ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നിട്ടും 2026 വർഷമായി യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നിട്ടും യേശു ക്രിസ്തുവിനെ വ്യക്തമായി തിരിച്ചറിയാത്ത, കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഫലം അനുഭവിക്കാത്ത, യേശു കൊളുത്തിയ തീയുടെ ആ വെളിച്ചത്തെ തിരിച്ചറിയാൻ കഴിയാതെ അന്ധകാരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന അനേക ജീവിതങ്ങൾ ഇന്നുമുണ്ട്. അവരോട് കർത്താവ് ആരെന്ന് പറയാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും നമ്മുടെ ചുറ്റും യേശുവിനെ അറിഞ്ഞ ഒരു കൂട്ടം പേർ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രാപ്തരാകുമ്പോൾ, അതിനേക്കാൾ ആയിരക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ ആ വെളിച്ചത്തെ കണ്ടെത്തുവാൻ കഴിയാതെ ഇന്നും അന്ധകാരത്തിൽ കിടക്കുമ്പോൾ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി സ്വർഗത്തിലെ ദൈവം നമ്മെ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കൃപയെ പറയുവാനാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് അതിനെ നിയുക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്തോട് ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനും, ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന പല സഹോദരന്മാരുടെയും ജീവിതത്തിനകത്ത് അവരോടെല്ലാം ചിലരൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിനകത്തുണ്ടായിരുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് അവർ വിശ്വസിച്ചിരുന്നത് ഒരു ജാതീയ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ യേശുവിനെ മാത്രം അറിഞ്ഞിരുന്നവരുടെ ജീവിതത്തിനകത്ത് അവർ ജനിച്ചു വളർത്തപ്പെട്ടത് ക്രൈസ്തവ പാരമ്പര്യത്തിനകത്താണ്. പക്ഷേ അവർക്ക് വ്യക്തമായി യേശു എന്ന പേരറിയാം, പക്ഷേ യേശുവിനെ വ്യക്തമായി അറിയാതെ, യേശു എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നറിയാതെ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾക്കകത്തു നിന്ന് ദൈവം ആരെന്നവരുടെ ജീവിതത്തിനകത്ത് അറിഞ്ഞപ്പോൾ, ആ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതൊന്നും ഒന്നുമല്ല എന്ന് പിടികിട്ടി ആ ദൈവത്തെ കൂടുതൽ ആഴമായി അറിയുവാനുള്ള വാഞ്ചയോടെ, ആഗ്രഹത്തോടെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം പേരെയാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ടായിരിക്കും. ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന പല സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇടയിലുണ്ട് ഒരു സനു എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. അദ്ദേഹം ക്രൈസ്തവ പാരമ്പര്യത്തിനകത്ത് ജനിച്ച സഹോദരനാണ്. ആ സഹോദരനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആ സനു ബ്രദർ ഇങ്ങോട്ട് കയറി വന്നു. സ്തോത്രം. ആ സനു ബ്രദർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ശ്രീജിത്ത് ബ്രദർ, ഇവരെല്ലാവരും എൻ്റെ കൂടെ വന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഇവിടുത്തെ കയറിയുണ്ട്. ഇവരെല്ലാവരും ഒരുപക്ഷെ കുറച്ചു പേരൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിനകത്ത് ജനിച്ചവരാണ്. പക്ഷേ ഇവരുടെ ലൈഫിനകത്ത് യേശുവിനെ അറിയാമെന്ന് ചോദിച്ചാൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫും കുടുംബമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സഹോദരനോട് യേശുവിനെ അറിയാമെന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ പറയും, യേശുവിനെ ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് യേശുവിനെ അറിയാം, പക്ഷേ യേശു ആരെന്ന് എനിക്കറിയില്ലായിരുന്നു. യേശുവിനെ അറിയാം, പക്ഷേ യേശു എൻ്റെ ജീവിതത്തിൽ ആരെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഈ സഹോദരൻ്റെ ജീവിതത്തിനകത്ത് മദ്യപാനത്തിനകത്തും വളരെ ഭയങ്കരനായ ഒരു മുഴുക്കുടിയനായിരുന്ന ഒരു സഹോദരൻ. ടൗണുകളിൽ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ റോഡിൽ കൂട്ടുകാരോടൊപ്പം ചിലവഴിച്ച് മദ്യപിച്ച് വഴക്കുണ്ടാക്കി, അടിയുണ്ടാക്കി, തല്ലുകൂടി, ഗുണ്ടായിസം നടത്തി, അങ്ങനെയൊക്കെ ജീവിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ കൂട്ടുകാരുടെ ഫോൺ വരും. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അതൊക്കെ പരിഹരിക്കാനും കേസുകളും പ്രശ്നങ്ങൾക്കകത്തും കുടുങ്ങി ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആ സഹോദരിയുടെ കണ്ണുനീർ ഒരു ദിവസം പോലും കണ്ണുനീർ തോരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. രാപ്പകൽ വ്യത്യാസം എന്നെ അതുപോലെ ഏത് നിമിഷത്തിൽ എപ്പോൾ പോലീസ് വരുമെന്നറിയില്ല, എപ്പോൾ പ്രശ്നമുണ്ടാകുമെന്നും അറിയില്ല, ഏത് നിലവാരത്തിലാണ് തൻ്റെ ഭർത്താവ് വരുന്നതെന്നറിയില്ല. അങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിനകത്ത് ആ സഹോദരി യേശുവിൻ്റെ കർത്താവിനെ ആരാധിക്കുവാനായി കടന്നു വന്നു, പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. പ്രാർത്ഥനയ്ക്കകത്ത് ആ സഹോദരിയുടെ ലൈഫിനകത്ത് യേശുവിന് ഇന്നും എൻ്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു. ആ സഹോദരി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനെ മാറ്റാൻ ഒരു ഡ്രഗ്സ് അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാലും മാറ്റാൻ കഴിയില്ല, എൻ്റെ ഭർത്താവിനെ മാറ്റാൻ കഴിയുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഇരുളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് ഹൃദയം തുറന്ന് വിശ്വസിച്ച്
ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെ ലഭിക്കാത്ത സന്തോഷവും സമാധാനവും, മദ്യപാനത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് തരാൻ കഴിയാത്ത സമാധാനവും സ്വസ്ഥതയും എന്തെന്ന് ഈ സഹോദരൻ്റെ ജീവിതത്തിനകത്ത് പിടികിട്ടിയപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, അത് ഇന്നുവരെ ഞാൻ ഉപയോഗിച്ചിരുന്ന മദ്യപാനം അതെന്നെ കൊല്ലുന്നതാണ്, അതെനിക്ക് വേണ്ട, എനിക്കെൻ്റെ യേശുവിനെ മതി. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വാസ്തവമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യേശു ആരെന്ന് പിടികിട്ടിയാൽ ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ പിന്നെ അവൻ്റെ ഏറ്റവും അധികം ദാഹമെന്ന് പറയുന്നത്, കൊതി എന്ന് പറയുന്നത് യേശുവിനെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അതാണ് വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ്, ക്രിസ്തീയ വിരോധിയായിരുന്ന വ്യക്തി, ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിനകത്ത് ദമസ്കസിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ഒരുവൻ അവനെ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, അന്ന് വരെ അവൻ കേട്ട യേശുവിനെ അല്ല, അവനെ തൊട്ടവർ യേശു അവനെ സ്നേഹിക്കുന്ന, അവനെ കരുതുന്ന, അവൻ്റെ കണ്ണുകളെ തുറക്കുവാൻ ശക്തനായ, ഇരുളിൽ നിന്ന് അവനെ അത്ഭുതത്തിലേക്ക് നയിക്കുവാൻ ശക്തനായ യേശുവിനെ അവനെ പിടികിട്ടിയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ വ്യക്തി പറഞ്ഞൊരു വാക്കുമുണ്ട്, എനിക്കവനെ ഹല്ലേലൂയ കൊതി തീരുവോളം എനിക്കവനെ അറിയണം, എനിക്കിത് അറിഞ്ഞത് പോരാ, ഇനിയും എനിക്കവനെ അറിയണം, ഇനിയും എനിക്ക് അവൻ എൻ്റെ ജീവിതം വിട്ടുപിരിഞ്ഞ് ഞാൻ അവനോടുകൂടെ പറ്റിച്ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ, ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, കർത്താവേ, എനിക്ക് എൻ്റെ യേശുവിനെ കുറച്ചുകൂടി അറിയണം, ഇതറിഞ്ഞതൊന്നും പോരെ, എനിക്ക് കുറച്ചുകൂടി അറിയണം. ദൈവസന്നിധിയിൽ ഒന്നുകൂടി എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുമുണ്ട്. നമുക്കെല്ലാവർക്കും യേശുവിനെ ഒത്തിരി അറിയാമായിരിക്കും. കർത്താവ് ആരെന്ന് നമുക്ക് ഹല്ലേലൂയ പലപ്പോഴും അതിൻ്റെ കൂടെ നടക്കുന്ന നമുക്ക് അറിയാമായിരിക്കും. വേദപുസ്തകത്തിനകത്ത് പോലും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? കർത്താവ് ചോദിച്ചത് ഇവർക്ക്, എൻ്റെ കൂടെ നടക്കുന്ന ഇവർക്ക് എന്നെ അറിയാമോ എന്നുള്ള അർത്ഥത്തില്ല. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നമുക്ക് ആഴമായ യേശുവിൻ്റെ സ്നേഹത്തിനകത്തേക്ക് ഒന്നുകൂടി കടന്നു വരാം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലേക്ക് ഒന്നുകൂടി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാ, ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും, എല്ലാ ഭാരങ്ങളും ചുമക്കും, ജീസസ്, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ, കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഇരുൾ തിങ്ങിടും പാതകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ,
ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. എൻ രക്ഷക, എന്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എന്റെ രക്ഷക, എന്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. യേശുവേ, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എന്നേശു മാത്രം, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിനകത്തിരിക്കുന്നവരും ഈ ശബ്ദപരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തും ഈ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ പ്രിയ മക്കൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇവിടെ ഒരു സുവിശേഷ യോഗം ക്രമീകരിച്ചത്, കർത്താവേ, അത് ഈ ദേശത്തിന് അത്ഭുതത്തിന് കാരണമായി തീരട്ടെ. അനേക ജീവിതങ്ങളുടെ അവസ്ഥകൾ മാറുന്ന അനുഭവമായി തീരട്ടെ. അനേക ഭവനങ്ങൾക്കകത്ത് ഈ സത്യസുവിശേഷം കയറി ചെല്ലട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദപരിധിക്കകത്തിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ദേശത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ ആരംഭ ദിവസം മുതൽ അവസാന ദിവസം വരെയും ദൈവത്തിൻ്റെ മഹത്വം ഈ ദേശത്തിൽ ചലിക്കട്ടെ. വാഴ്ചകളെ, അധികാരങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആയുധവർഗം വെപ്പിക്കുന്നു. ദേശാധിപതി ശക്തികളോട് യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ദേശത്തെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ അടിച്ച് നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവസന്നിധിയിലിരുന്നാട്ടെ. കർത്താവിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അല്ലെങ്കിൽ ഒരു വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഭാഗങ്ങളാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന സമയത്ത് ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയും ക്രൂശിക്കുവാനിടയായി. ഈ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് അറിയാം, ഒരു കള്ളൻ യേശുവിനെ കുറ്റം വിധിച്ചു കൊണ്ടിരിക്കുക. ഇവൻ
അല്ലെങ്കിൽ ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുൻവിധിയോടുകൂടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളൻ പറഞ്ഞത്, നീ എന്തിനാണ് ഹല്ലേലൂയ അവനെ ദുഷിക്കുന്നത്? ഞങ്ങളും ഇതേ നമ്മളെല്ലാവരും സെയിം ശിക്ഷാവിധിക്കകത്ത് കിടക്കുന്നവരല്ലേ, നീ എന്തിനാണ് അവനെ കുറ്റം വിധിക്കുന്നത്? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തന്നെ പലവിധമായ ആരോപണങ്ങളിലും കുറ്റം വിധിച്ചും നമ്മൾ പരസ്പരം പഴിചാരിയും അതിന് കുറ്റം പറഞ്ഞുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണുവാൻ, ആത്മീയ ഗോളത്തിനകത്ത് കാണുവാൻ കഴിയും. തമ്മിൽ പഴിച്ചും തമ്മിൽ കുറ്റം വിധിച്ചും തമ്മിൽ ഹല്ലേലൂയ അപവാദങ്ങൾ പറഞ്ഞും ശിക്ഷ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചും തർക്കിച്ചുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, അതേ ശിക്ഷാവിധിയിൽ കിടക്കുന്ന ഒരു കള്ളൻ പറയുകയാണ്, നിനക്ക് ദൈവത്തിൽ ഭയമില്ലയോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുവെന്ന് എനിക്കറിയില്ല. ആ കള്ളൻ ചോദിക്കുകയാണെങ്കിൽ നിനക്ക്, മറ്റൊരു കള്ളനോട് ചോദിക്കുകയാണ്, നിനക്ക് ദൈവത്തിൽ ഭയമില്ലയോ? ഹല്ലേലൂയ, ഒരു സ്തോത്രം പറഞ്ഞേ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ആ കള്ളൻ ഉയർത്തിയ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തിൽ ഭയമില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഞാൻ തിരിച്ചറിയുന്നത്, എന്തുകൊണ്ടാണ് ഈ കൺവെൻഷൻ യോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഇവരൊക്കെ മതപരിവർത്തനം നടത്തുവാനാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങൾ നടത്തുന്നത്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരാണ് ഏറ്റവും അധികം. ആ സുവിശേഷ യോഗമാകട്ടെ പരസ്യയോഗമാകട്ടെ ഏത് യേശുവിനെ കുറിച്ച് പറയുന്ന ഏതൊരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒറ്റ ഒരു കാര്യമാണ്, ഇവന്മാർക്കൊന്ന് വേറെ പണിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഇതേ ചോദ്യമാണ് ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ചോദിച്ചിരുന്നത്. കാരണം ഈ കൺവെൻഷൻ യോഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ അരോചകമാണ്. ഇവരിങ്ങനെ മൈക്ക് വെച്ച് കെട്ടിവെച്ച് നാട്ടുകാരെ കേൾപ്പിക്കാൻ ഇത് പറയുന്നത് എന്താ? ഇവരുടെ ചർച്ച് ഹോളിനകത്ത് നടത്തിക്കൂടെ, അവരോട് പറഞ്ഞുകൂടെ, അവരോട് പ്രസംഗിച്ചുകൂടെ? നിശ്ചയമായിട്ടും അതിന് ഇന്ന് നമുക്കറിയാം നമ്മുടെ സഭയ്ക്കകത്ത് പറയേണ്ടതുണ്ട്, എന്നാൽ നാട്ടുകാരോട് പറയാനുള്ളതും വേദപുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ, സഭയ്ക്കകത്ത് പറയാനുള്ളതും വേദപുസ്തകത്തിനകത്തുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വന്നവരോട് അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ളത് വേദപുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതറിയാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം ഈ സത്യസുവിശേഷം അറിയണം, ഈ സത്യം അറിയണം. ഹല്ലേലൂയ, യേശു ക്രിസ്തു ആരെന്നറിയണം. ഹല്ലേലൂയ, യേശു എന്തിന് ഈ ലോകത്തിൽ വന്നതെന്നറിയണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, 2026 വർഷമായി ഈ സുവിശേഷം ലോകം മുഴുവൻ ഘോഷിക്കപ്പെടുന്നു എങ്കിലും വാസ്തവമായി എന്തെന്ന് തിരിച്ചറിയാതെ, വാസ്തവമായി ആരാണ് യേശുവെന്ന് തിരിച്ചറിയാതെ, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശുവെന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നടക്കുന്ന, കാതുപൊത്തി നടക്കുന്ന, ഇത് ശ്രദ്ധിക്കാതെ നടക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ഇത് പിന്നെയും കേൾപ്പിക്കണമെന്ന്, ഇതിൻ്റെ സത്യം തിരിച്ചറിയണമെന്ന്, ഇതിനകത്ത് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ സഭയ്ക്കകത്ത് കയറിയ ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തർക്കിച്ച് നടന്നവരാണ്. പക്ഷേ ഇതിനകത്തോട്ട് കയറിയപ്പോഴാണ് പിടികിട്ടിയത്, നമ്മൾ അറിഞ്ഞതൊന്നും ഒന്നുമല്ല. ഇനിയും ഒത്തിരി അറിയാനുണ്ട്, അവനെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട്, ഇനിയും ആഴമായി അവനെ തിരിച്ചറിയുവാനുണ്ട്. ഒരിക്കൽ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി പോലും അവനെ വിട്ടുമാറുവാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ സ്നേഹം അത്ര വലുതാണ്. ലോകം തരുന്ന സ്നേഹമല്ല, അമ്മ തരുന്ന സ്നേഹമല്ല, അപ്പൻ തരുന്ന സ്നേഹമല്ല, ഈ ലോകത്തിലെ കൂട്ടുകാർ തരുന്ന സ്നേഹമല്ല. അതിനേക്കാൾ അപ്പുറമായി വിലമതിക്കുവാൻ കഴിയാത്ത നമ്മുടെ കുറവുകളോടുകൂടി ബലഹീനതകളോടുകൂടി ചേർത്തണച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വർഗീയ പിതാവിനെ പിടികിട്ടിക്കഴിഞ്ഞാൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് മാറുവാൻ കഴിയില്ല. ആ ക്രൂശിൽ എന്നോടും നിന്നോടും കാണിച്ച സ്നേഹം എന്തെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ അത് നീ ഏതു മതസ്ഥനുമാകട്ടെ, ജാതി
തടിയനുമാകട്ടെ, ഏത് വർണ്ണക്കാരനുമാകട്ടെ, നിനക്ക് പിന്നെ ക്രൂശ് വിട്ട് മാറുവാൻ കഴിയില്ല. അവൻ്റെ സ്നേഹം വിട്ട് മാറുവാൻ കഴിയില്ല. അവനെ വിട്ട് നിനക്ക് ഓടുവാൻ കഴിയില്ല. കാരണം അടുക്കും തോറും ആ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ആഴവും അളക്കുവാൻ കഴിയാത്ത അതിനകത്തേക്ക് മുങ്ങും തോറും അത് തിരിച്ചറിയുന്ന ഓരോരുത്തരും വിളിച്ചു പറയും, ഇത് പോരാ കർത്താവേ, ഇനിയും നിന്നെ സ്നേഹിക്കുവാൻ, ഇനിയും നിന്റെ സ്നേഹം അറിയുവാൻ, ഇനിയും നിന്റെ കരുതൽ അനുഭവിക്കുവാൻ, ഇനിയും നിന്റെ കൃപ അനുഭവിക്കുവാൻ, നിന്റെ കൃപ എനിക്ക് പോരാ എന്ന് പറയുവോളം അവനെ പിൻപറ്റുന്ന ദൈവത്തിന്റെ ജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു കർത്താവ് ഈ കാലഘട്ട ലോകത്തിലായിരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം വായിച്ചാൽ അതിനകത്ത് കാണാം ഏകദേശം 7 തവണ യേശു ആര് എന്ന ക്വസ്റ്റ്യനും യേശു ആരെന്നുള്ള വെളിപ്പെടുത്തലുകളും അതിനകത്ത് കാണുവാൻ കഴിയും. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ് പ്രവാചകനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് തുടങ്ങി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പൂരിപ്പിക്കുമ്പോൾ ലോകത്തോട് ദൈവം വിളിച്ചു പറയുകയാണ്, എന്റെയും നിന്റെയും പാപത്തെ മാറ്റുവാൻ, ശാപത്തെ മാറ്റുവാൻ, എന്നെ കരുതുവാൻ, എന്നെ നിലനിർത്തുവാൻ, എന്നെ ആർക്കും വേണ്ടാത്തതിനെ മൂലക്കല്ലാക്കി മാറ്റാൻ, തകർന്നു കിടന്നതിനെ പണിയുവാൻ ഒരുവനെ സ്വർഗം അയച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. തള്ളിക്കളയുന്നതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന കുടിയനെയും മദ്യപാനിയെയും മയക്കുമരുന്നിനും ശാപത്തിനും ബന്ധനങ്ങൾക്കകത്തും കുടുങ്ങിക്കിടക്കുന്നവരെ തേടി വന്ന ഒരുവൻ. ലോകത്തിലെ സകല മഹാന്മാരും നല്ലവരുടെ പുറകെ കൂട്ടുകൂടിയപ്പോൾ, ഉന്നതന്മാരെ അന്വേഷിച്ച് ചെന്നപ്പോൾ, ഉന്നതന്മാരോടൊപ്പം സഹവാസം നടത്തിയപ്പോൾ വേദപുസ്തകം പറയുന്നു, അവൻ സഞ്ചരിച്ചത് പാപികളുടെ കൂടെ സഞ്ചരിച്ചു. ആർക്കും വേണ്ടാത്തതിന്റെ പുറകെ അവൻ നടന്നു. അവനെ കുറിച്ച് ഒറ്റ കുറ്റമേ വേദപുസ്തകത്തിൽ അന്നത്തെ പ്രവാചകന്മാർ പറഞ്ഞുള്ളൂ. അന്നത്തെ പുരോഹിതന്മാർ യഹൂദ മതം പറഞ്ഞത്, അവൻ പാപികളുടെ കൂടെ ഭക്ഷിക്കുന്നു, അവൻ പാപികളുടെ കൂടെ നടക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അങ്ങനെ ഒരുവൻ ഈ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, പാപികളെ മാറ്റി നിർത്തുന്ന സമൂഹം തൊട്ടതും തീണ്ടിയതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ആർക്കും വേണ്ടാത്തതിനെ തള്ളിക്കളയുമ്പോൾ, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നല്ലവനെ ചേർക്കുവാനല്ല, നീതിമാന്മാരെ ചേർക്കുവാനല്ല. യേശു വന്നത് തകർന്നവനെ പണിയുവാൻ. യേശു വന്നത് ആർക്കും വേണ്ടാത്തതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ ദൈവത്തിന്റെ പുത്രൻ വന്നത്. അതിന്റെ അടയാളമാണ് എവിടെയൊക്കെ തകർന്നു കിടന്ന ഞാനും നീയും ഇന്ന് ഇതിനകത്ത് കയറിയിരുന്ന് കൈയടിക്കുന്നെങ്കിൽ, ഇതിനകത്തിരുന്ന് യേശു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ പൊട്ടി പുറത്തു വരുന്നത് പോലെ, ഹൃദയത്തിനകത്ത് നിന്ന് ആ സ്നേഹം പുറത്തു വരുന്നതിന്റെ കാരണം തള്ളിക്കളഞ്ഞ ഇടത്ത് നിന്ന് പെറുക്കിയെടുത്ത് മൂലക്കല്ലാക്കി മാറ്റിയെടുത്ത് പട്ടണ മധ്യത്തിൽ എവിടെ തകർക്കപ്പെട്ടുവോ അവിടെ ഉയർത്തി മാനിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ആർക്കും വേണ്ടാത്ത കിടന്നതിനെ കുടുംബത്തിൽ ഏറ്റവും ഉന്നതമായ പദവിക്കകത്ത് എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരുവൻ അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. എന്നോടും ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോടും യേശു ആരെന്ന് ചോദിച്ചാൽ അവർക്ക് 100 കാര്യം പറയുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ സഹോദരൻ മദ്യപിച്ച് മയക്കുമരുന്നിനും കഞ്ചാവിനും പല കേസുകൾക്കും അടിമപ്പെട്ട് കിടന്ന് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിനകത്ത് ഓടിക്കയറി വന്ന് അതിനകത്ത് മദ്യപിച്ച് നിന്നപ്പോൾ മദ്യപിച്ച് കൂട്ടുകാരോടൊപ്പം ഇതെന്ത് കാണാനെന്ന് കണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി, അടുത്ത വർഷം നീ ഈ ജനത്തിന്റെ ഇടയിലല്ല ഇരിക്കാൻ പോകുന്നത്, നീ ആ സ്റ്റേജിൽ ഇരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വെറും തോന്നലായി തൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം അതേ സമയത്ത് ഇവനെ രൂപാന്തരപ്പെടുത്തി തള്ളിക്കളഞ്ഞ ഇടത്തു നിന്ന് പെറുക്കിയെടുത്ത് ഇവന്റെ ജീവിതത്തെ മാറ്റി കൂട്ടുകെട്ടുകൾക്കകത്തു നിന്ന് മയക്കുമരുന്നിന്റെ സ്വാധീനത്തിനകത്തു നിന്ന് മാറ്റിയെടുത്ത് ആ
ആ സ്റ്റേജിൽ ഒരു ശുശ്രൂഷകനാക്കി മാറ്റിയെടുത്ത് ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നതിനാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ഈ സഹോദരനെ കണ്ടാൽ ഒരു സമയത്ത് അല്ലെങ്കിൽ അമ്മമാർ പറയുമായിരുന്നു ഇവനോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അതേ അമ്മമാർ പറയും അല്ലെങ്കിൽ നിങ്ങൾ അവനോടൊന്ന് കൂട്ടുകൂട്, നിങ്ങളുടെ സ്വഭാവം ഒന്ന് മാറട്ടെ, ജീവിതം ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ അവനെ കണ്ട് പഠിക്ക് എന്ന് പറയത്തക്ക വണ്ണം മാറ്റിയെടുക്കുന്ന, സമൂഹത്തിൽ തകർന്നു കിടക്കുന്നതിനെ നല്ലതോനെന്നൊക്കെ മാറ്റിയെടുക്കുന്ന, നല്ല പേർ മാറ്റുന്ന, നിന്റെ പേര് മാറ്റുന്ന, നിന്റെ സ്വഭാവം മാറ്റുന്ന, ജീവിതം മാറ്റുന്ന, തകർച്ചയിൽ നിന്ന് നിന്നെ പണിതെടുക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. ഓ ഹല്ലേലൂയ. അതിന്റെ കൂടെ വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശു കർത്താവ് ഇന്ന് രാത്രിയിലും ഈ ദേശത്തിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കാലഘട്ടത്തിൽ യേശു എന്ന് കേൾക്കുമ്പോൾ പുച്ഛമായിരുന്നു, വെറുപ്പായിരുന്നു. ഇതുപോലെ കൺവെൻഷൻ യോഗങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പറയും ഇവർക്കൊന്ന് വേറെ പണിയില്ലേ, നാട്ടുകാരെ എന്തൊക്കെ വിളിച്ചു പറയുന്നു. അന്ന് ഈ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും അയ്യോ അല്ലയോ പാവിയെ ഓടിവ. അത് ഞങ്ങൾ പറയും ഇവന്മാർ മാത്രം നല്ലവന്മാർ, പുണ്യാളന്മാരാ, നമ്മളൊക്കെ വെറും പാവികളാ. നോക്കി ഇവന്മാർ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിഹസിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു എന്നറിയാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടറിവിൽ അല്ല യേശുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആ യേശുവിനെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അത് അനുഭവിച്ചവനെ സംബന്ധിച്ച് പിന്നെ അവനെ യേശുവിനെ വിട്ടുമാറുവാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അനുഭവിച്ചവനെ സംബന്ധിച്ച് യേശുവിനെ പറയുന്നത് നാണക്കേടല്ല. അനുഭവിച്ചവനെ സംബന്ധിച്ച് സുവിശേഷം ഹല്ലേലൂയ നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തി. ഓരാ കരമടിച്ച് നല്ല കർത്താവിനെ. ഓ ഹല്ലേലൂയ. ഈ സഹോദരനോട് ഈ സഹോദരന്മാരോട് മൈക്ക് കൊടുത്താൽ അവർക്ക് പറയാൻ യേശുവിനെ കുറിച്ച് പറയാം 100 കാര്യങ്ങളുണ്ട്. അതൊന്നും കേട്ടറിവുകളല്ല. ഇവരോട് പറയുകയാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞ ഇവർ പറയും ഹല്ലേലൂയ ഞങ്ങൾക്കത് കഴിയില്ല. കാരണം ഹല്ലേലൂയ ഞങ്ങൾ ആയിരുന്ന അവസ്ഥയും ഇന്ന് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കാരണഭൂതൻ മറ്റാരുമല്ല, അത് നസ്രായനായ. പോരാ പോരാ പോരാ. അത് തിരിച്ചറിയുന്നവർ മാത്രം. ഇവിടെ ഒന്നും ഇരിക്കാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല. ഇത് ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവരാ. സുവിശേഷം പറഞ്ഞ് നടക്കുന്നവരെ ഹല്ലേലൂയ കല്ലെറിയണമെന്ന് പഠിപ്പിച്ചതാണ് എൻ്റെ അപ്പൻ. എൻ്റെ ഭവനത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഒരു ഹൈന്ദവ കുടുംബത്തിനകത്ത് നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ വീട് ആ ദേശത്തിനകത്ത് താമസിച്ചിരിക്കുമ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉപദേശി ആ ദേശത്തിലേക്ക് വന്നു. അവിടെ ആ സമയങ്ങളിൽ ഒരു ചർച്ചില്ല, സുവിശേഷം ആരും കേട്ടിട്ടില്ല. ഈ ഉപദേശി സഞ്ചിയും തൂക്കി വീട് വീടാന്തരം കയറിയിറങ്ങി യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ട്രാക്റ്റ് കൊടുക്കുമ്പോൾ ട്രാക്റ്റെല്ലാം ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അന്ന് ഞങ്ങളുടെ കുടുംബക്കാർ ചോദിക്കുമായിരുന്നു, എടാ ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്, എന്തിനാണ് വിദേശ ദൈവത്തെ ഞങ്ങൾക്ക് എന്തിനാണ്, ഇതിനൊന്നും ആവശ്യമില്ല. ആ സഹോദരൻ പറഞ്ഞു, അങ്ങനെയല്ല, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഈ യേശു നിങ്ങളെ ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലേക്ക് നിങ്ങളെ ഒരുക്കുവാൻ ശക്തൻ യേശു മാത്രമാണെന്ന് പറയുമ്പോൾ കാർപ്പിച്ചു തുപ്പി അവനെ പുച്ഛിച്ച് ഹല്ലേലൂയ ഇറക്കി വിടുമായിരുന്നു. ഇത് നിരന്തരമായി തുടർന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു, എടാ അന്ന് എൻ്റെ പിതാവ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് ശക്തമായി പ്രവർത്തിക്കുകയാണ്. അന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ ഈ മതഭ്രാന്തനെ ഈ ദേശത്തു നിന്ന് ഓടിക്കണം. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഓടിക്കൂടി ആ സഹോദരനെ അതിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടു നിർത്തി
ഹല്ലേലൂയ അദ്ദേഹത്തെ അടിച്ച് ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിടുമ്പോൾ അദ്ദേഹം അടികൊണ്ട് താഴെ വീണ് കിടന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ സമ്മതിക്കാത്ത ഇവനും ഇവൻ്റെ തലമുറയും യേശുവിനെ പ്രസംഗിക്കുന്നവരായി മാറട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ മൂങ്ങോടെന്ന ദേശത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ വെറുത്ത ഞങ്ങളെ കൊണ്ട് യേശു മാത്രം രക്ഷകനെന്ന് പ്രസംഗിക്കുവാൻ ഈ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തുവെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് അനേക കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ ദേശത്തിൽ യേശുവിന് വിരുദ്ധമായി നിൽക്കുന്ന പോസ്റ്റർ വലിച്ചു കീറുന്ന അല്ലെങ്കിൽ കൺവെൻഷൻ നിർത്തടാ നിന്റെ കൺവെൻഷൻ, നിർത്തടാ നിന്റെ ഹല്ലേലൂയ എന്ന് പറയുന്നവനെ കൊണ്ട് യേശു മാത്രം ദൈവമെന്ന് പറയിപ്പിക്കുവാൻ വളരെ ശക്തനായ ഒരുവനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. അവൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമം. ഒരു പിതാവ് യേശുവിനെ അല്ലെങ്കിൽ പറഞ്ഞവനെ തല്ലി ഓടിച്ചു വിട്ടെങ്കിൽ ആ പിതാവ് തല്ലി ഓടിച്ച പ്രായമായപ്പോൾ അവരുടെ മക്കളെ യേശുവിനെ അല്ലെങ്കിൽ പറയുന്നവരാക്കി തിരഞ്ഞെടുത്ത് ആ കുടുംബത്തെ മുഴുവൻ ഇന്ന് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കത്തക്ക വണ്ണം ഈ ദൈവത്തെ പറയത്തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ദേശത്തോട് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഈ ദേശത്തിൽ സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചില കുടുംബങ്ങളെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഈ യേശു സന്ദർശിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, നിന്നെ തിരഞ്ഞെടുത്ത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന് ഈ യേശു ആരെന്ന് വെളിപ്പെടുത്തി അല്ലെങ്കിൽ നിന്നെ അല്ലെങ്കിൽ സ്നേഹിച്ച് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന നിന്നെ യേശുവിൻ്റെ സ്നേഹിതനാക്കി മാറ്റി നിന്നെ കൊണ്ട് യേശുവിനെ പറയിപ്പിക്കുവാൻ ഈ ദൈവം ശക്തൻ. 2026 ഈ ഫെബ്രുവരി മാസം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൂങ്ങോട് ദേശത്തോട് ഞാൻ പ്രവചിക്കുന്നു, ഈ ദേശത്തിൽ സുവിശേഷ വിരോധികളെ യേശുവിന്റെ സ്നേഹിതനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയായി ഈ കൺവെൻഷനെ സ്വർഗം മാറ്റുവാൻ പോകുന്നു. അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചൊരു സ്തോത്രം പറഞ്ഞു. നിങ്ങൾ പേര് വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലതിനെയൊക്കെ ദൈവം സന്ദർശിക്കാൻ പോകുന്നുവെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. ഹല്ലേലൂയ. കാർക്കിച്ചു തുപ്പിയ അവനെ കൊണ്ട്, ഹല്ലേലൂയ, കല്ലെറിഞ്ഞവനെ കൊണ്ട്, പോസ്റ്റർ കീറിയവനെ കൊണ്ട്, ഹല്ലേലൂയ, ദൂഷിച്ച കുടുംബങ്ങളെ കൊണ്ട്, ഹല്ലേലൂയ, തിരുത്തി പറയുന്ന ഹല്ലേലൂയ സീസൺ വെളിപ്പെടുന്നു എന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിന്റെ ആരാധന കണ്ട് പുച്ഛിച്ചത്, നിർത്തടാ നിന്റെ സ്തോത്രമെന്ന് പറഞ്ഞത്, നിന്റെ ആരാധനയെ പൂട്ടുമെന്ന് വാദിച്ചവനെ കൊണ്ട് ഹല്ലേലൂയ ചിലതിനെ തുറക്കുവാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിന്റെ ആരാധനയെ നിർത്തുമെന്ന് വാദിച്ചവനെ കൊണ്ട് ആരാധനയ്ക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചു സ്വീകരിച്ചോ. അല്ലെങ്കിൽ ചില മുടക്കിയവനെ കൊണ്ട് തുറപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യെസ്. അല്ലെങ്കിൽ കാരാഗൃഹത്തിനകത്ത് പിടിച്ചിട്ടവനെ മുക്കി പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ ശക്തി ഈ ദേശത്തിൽ ചില കുടുംബങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നു. ചില പാസ്റ്റർമാരുടെ സഭകളെ ഹല്ലേലൂയ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ഹല്ലേലൂയ ഇനി ഇവിടെ ആരാധന പാടില്ല എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് അല്ലെങ്കിൽ എനിക്കറിയില്ല, ഇന്ന് രാത്രി ആത്മാവിനോട് പ്രവചിക്കുവാൻ പറയുന്നു, അതേ സ്ഥലത്ത് ചിലത് ഓപ്പൺ ആകുന്നു. ഹല്ലേലൂയ. അതേ സ്ഥലത്ത് ചിലത് ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടം പേർ ചേർന്ന് ചിലത് തുറക്കാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. യെസ്. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ. കൺവെൻഷൻ യോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെറുപ്പായിരുന്നു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അതായിരുന്നു. ഇന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു വെറുപ്പാണ്. നമുക്ക് അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതനുഭവിച്ച് വന്നവരാണ് ഞങ്ങൾ. എപ്പോഴും നമ്മൾ പറയും യേശു രക്ഷകൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്, മറ്റാരും രക്ഷകൻ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. ഉണ്ടാകാം, അവിടെ നമ്മുടെ ചിന്താഗതിയിൽ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. ഇതറിയാൻ ഒത്തിരി അതിൻ്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ട ദൈവം. ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എൻ്റെ പിതാവ് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ സാമ്പത്തികമായ ഗൾഫിലായിരുന്നു, സാമ്പത്തികമായ ഉന്നതമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
ആ സമയത്തൊക്കെ ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. അന്ന് ഗൾഫുകാർ 1990, 85 കാലഘട്ടങ്ങളിലൊക്കെ ഗൾഫുകാരെന്ന് പറയുമ്പം ഭയങ്കര സാമ്പത്തികമായ വീടുണ്ട്, എല്ലാ വസ്തുവകകളുണ്ട്, ഒന്നിനും കുറവില്ല. അന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു നല്ല ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അന്ന് ഇഷ്ടംപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ക്ഷേത്രക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നു ഇതാണ് സ്വർഗം. പണമുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും പണം കൊടുത്ത് എല്ലാം വാങ്ങാം, പണമുണ്ടെങ്കിൽ കൂട്ടുകാർ കാണും. അന്നൊക്കെ ബന്ധുക്കളുള്ള എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇവരൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ ഞങ്ങളെ ഭയങ്കരമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ 1991, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം, 1991, 90, ഞങ്ങളുടെ 90-91 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. എൻ്റെ പിതാവ് ഗൾഫിലായിരുന്ന ബിസിനസ്സുകളെല്ലാം തകർന്ന് എൻ്റെ പിതാവിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കം വന്നു. എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു. അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഞങ്ങൾ അന്ന് വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ശക്തമായ ആ വിശ്വാസ പ്രമാണങ്ങളിൽ ശക്തമായി വിശ്വസിക്കുന്നവരാണ്. അതുമാത്രമല്ല, അന്നത്തെ ഇതനുസരിച്ച് അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഓടി നടക്കുന്ന ആൾക്കാരായിരുന്നു. അന്ന് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൻ്റെ പേര് ഇന്ന ആൾക്കാരുടെ നേർച്ച, ചിറപ്പ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് കേൾക്കണം. അതൊക്കെ ഒരു അഭിമാനമായി കണ്ടിരുന്നൊരു സാഹചര്യമാണ്. ഒരു കഷ്ടതയുടെ അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥമായി ഇതിനകത്ത് നിന്ന് ഈ കഷ്ടതയുടെ കാരണം അന്വേഷിച്ചിറങ്ങിയത്. കാരണം അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ജാതകങ്ങളുമായിട്ടൊക്കെ പല മാന്ത്രികന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം അവരതെല്ലാം പരിശോധിച്ചിട്ട് പറയും, നിങ്ങൾക്ക് കണ്ടകശനിയാണ്, നിങ്ങളുടെ മേലൊരു ശാപമാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ശാപം, അതുവരെ ഞങ്ങൾക്ക് അനുഗ്രഹം മാത്രം, അപ്പോഴാണ് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്? അന്ന് കേട്ട ഓരോ വിധികളും, ഓരോ പൂജകളും മന്ത്രവാദങ്ങളും ഇതിൻ്റെ പുറകെ ഞങ്ങൾ ഓടി. ഓരോരുത്തർ ചെല്ലുമ്പോഴും അവർ പറയും ഇന്നത് ചെയ്യണം. അങ്ങനെ 90 തുടങ്ങി 91 സമയങ്ങളിലൊക്കെ എൻ്റെ പിതാവിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അന്ന് എൻ്റെ പിതാവിൻ്റെ ജാതകവുമായിട്ട് ചെല്ലുമ്പോൾ അന്നത്തെ ഒരു താന്ത്രികൻ പറഞ്ഞു, അല്ലെങ്കിൽ ജാതകം എഴുതിയ ആൾ തന്നെ പറഞ്ഞു, നിൻ്റെ പിതാവിൻ്റെ ആയുസ് തീർന്നു, ഇനി നിൻ്റെ പിതാവ് ജീവനോടെ ഇല്ല. അന്ന് വിദേശത്തായിരുന്ന എൻ്റെ അപ്പനെക്കുറിച്ച് എൻ്റെ ബന്ധുക്കൾ ആ സമയത്ത് അവിടെയുണ്ട്, അവരോടെല്ലാം തിരക്കി. അപ്പോഴെല്ലാം അവർ പറഞ്ഞത്, നിൻ്റെ അപ്പനെ ഒരിടത്തും കാണാനില്ല, ഇനി നിങ്ങൾ അന്വേഷിക്കണ്ട. അതുപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു, ചില കേസുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അന്ന് ഞാനും എൻ്റെ അമ്മയും സഹോദരനും അന്ന് വെളുപ്പാങ്കാലത്ത് പൂജാ റൂമിൽ കയറി ഇരുന്ന് നിലവിളിച്ച് കരയുന്ന അമ്മയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്തോട്ട് വരും. ഞങ്ങൾ ഓടി വന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, നിങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്നറിയില്ല. അതോടൊപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത എൻ്റെ പിതാവിൻ്റെ മേലുണ്ട്. ഞങ്ങളുടെ വസ്തുവകകളെല്ലാം ആ ബാങ്കിനകത്ത് ജപ്തിയുടെ വക്കീലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുക്കലേക്ക് ഓടി. കടമാണ്, പ്രശ്നമാണെന്നറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ വരുത്തി വെച്ച കടം, നിങ്ങൾ സന്തോഷിച്ച കടം, അതുകൊണ്ട് ഇതൊന്നും തീർക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അന്നുവരെ ഞങ്ങൾ ആ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്തുണ്ടാക്കി തരണമെന്ന് മത്സരിക്കുന്ന, ഞങ്ങളവിടെ ബന്ധുക്കളെന്ന് പറയാൻ അഭിമാനിക്കുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഇവരൊന്നും ഞങ്ങളുടെ ആരുമല്ല എന്ന് ഹല്ലേലൂയ തിരിഞ്ഞു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കടഭാരത്തെക്കാളും ഞങ്ങളുടെ ഹൃദയം തകർത്തത് ഞങ്ങൾ സ്നേഹിച്ച സ്നേഹിതരും ഞങ്ങൾ ഹല്ലേലൂയ നടന്ന പ്രസ്ഥാനങ്ങളും ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും അവരാരും ഞങ്ങളെയല്ല സ്നേഹിച്ചിരുന്നത്, ഞങ്ങളുടെ പണത്തെയായിരുന്നു എന്ന നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഞങ്ങൾക്ക് പിടികിട്ടി, ഇവരാരും ഇതൊന്നും ആത്മാർത്ഥ സ്നേഹമല്ല. ഇന്ന് രാത്രി എനിക്കൊന്ന് പറയുവാനുണ്ട്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ. ഹല്ലേലൂയ ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം, നിനക്ക് നല്ല കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഹല്ലേലൂയ ഇവരെല്ലാവരുമാണ്
എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു വിഷയം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, അല്ലെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനും കാണുകയില്ല, ഒരു രക്തബന്ധങ്ങളും കാണുകയില്ല, ഒരു പ്രിയപ്പെട്ടവരും കാണുകയില്ല, ഒരു രാഷ്ട്രീയക്കാരും കാണുകയില്ല, ഒരു ചർച്ചക്കാരും കാണുകയില്ല. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിന്റെ താഴ്ചയിലും ഉയർച്ചയിലും, നിന്റെ ഏത് സാഹചര്യങ്ങളിലും ഇവനുമായി കൂട്ടുകൂടുന്ന ഒരുവന്റെ ജീവിതത്തിൽ പറയാൻ കഴിയും, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാലും അവൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അവന് മാത്രമേ നിന്റെ താഴ്ചയിലും ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുവാനുണ്ടായിരിക്കുള്ളൂ. അത് അനുഭവിക്കുന്നവർ മാത്രം കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല. എൻ്റെ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ ദൂരത്ത് പൂജാ മന്ത്രവാദികളെ അന്വേഷിച്ച് ഞങ്ങൾ പോകും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പലതും ഹല്ലേലൂയ. ആ കാലഘട്ടത്തെ എൻ്റെ വീട്ടിനകത്ത് ഓരോ ദിവസങ്ങളും മാറി 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 പൂജകളും മന്ത്രവാദികളും ചെയ്തു. ഇവർ പറയും നാളെ, മറ്റന്നാ, അടുത്ത ആഴ്ച ഈ സാഹചര്യം മാറും, ഈ അവസ്ഥ മാറും. ലക്ഷക്കണക്കിന് രൂപകൾ പിന്നെയും പിന്നെയും കടം വാങ്ങി ഇതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കാൻ, ഈ ശാപത്തിനകത്തു നിന്ന് മോചനം പ്രാപിക്കുവാൻ 91 തുടങ്ങി 94ൻ്റെ അവസാനം എത്തുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് മുഴു പട്ടിണിയാണ്. അന്ന് വരെ ജീവിച്ച അഭിമാനം കൊണ്ട് പുറത്തിറങ്ങി കടം മേടിക്കാൻ വയ്യ, മറ്റുള്ളവരോട് ചോദിക്കാൻ വയ്യ, വീട്ടിനകത്ത് അടഞ്ഞുകൂട്ടി ഇരിക്കുകയാണ്. പഠിക്കാൻ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല, പുതിയൊരു വസ്ത്രം മേടിക്കാൻ നിവൃത്തിയില്ല. ഓരോ ദിവസവും മുമ്പോട്ടെങ്ങനെ തള്ളി നീക്കണമെന്നറിയില്ല. വീട്ടിന് ചുറ്റുമുള്ള കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങി തിന്നും. ഓരോ ദിവസവും അമ്മ കരഞ്ഞുകൊണ്ട് വെള്ളം തിളപ്പിച്ച് തന്നിട്ട് പറയും, മക്കളെ നിങ്ങളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല, ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയില്ല. കടം മേടിക്കാൻ കടയിലേക്ക് ചെല്ലുമ്പോൾ കടക്കാരൻ തിരിഞ്ഞിരിക്കും. കാരണം ഇന്നലെ വരെ കടം മേടിച്ചത് കൊടുത്തിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് കടക്കാരൻ അല്ലെങ്കിൽ ഇടിച്ചു കയറുകയാണ്. അവർ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ വാതിലടച്ച് വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ അകത്ത് പൂജാ റൂമിനകത്ത് കയറിയിരുന്ന് നിലവിളിച്ചെൻ്റെ അമ്മ കരയും, ദൈവങ്ങളെ ഒന്ന് ഇറങ്ങി വാ, ഞങ്ങളെ ഒന്ന് സഹായിക്ക്, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്ക്. ഒരു മനുഷ്യൻ, ഒരു ദൈവങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. അത് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്തയാണ്. ഞങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ ഈ ദൈവങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്കില്ലാന്നപ്പോൾ മനുഷ്യനെ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാതെ ഞങ്ങളെ രക്ഷിക്കാതെ മാറി നിൽക്കുന്ന ദൈവങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു ദൈവങ്ങൾ ലോകത്തിലില്ല, ദൈവമില്ല എന്ന ചിന്താഗതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥന നിർത്തി, ദൈവങ്ങളോടുള്ള പ്രാർത്ഥന നിർത്തി. ദൈവമില്ല എന്ന് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പറഞ്ഞു. മനുഷ്യന് സഹായിക്കാൻ കഴിയില്ല, ദൈവങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജാതകങ്ങൾക്കകത്ത് കണ്ടകശനിയോ ശാപമെന്നോ ദൈവം ഞങ്ങൾ കോപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ടില്ല. ഞങ്ങൾ ഹല്ലേലൂയ ദൈവങ്ങൾക്ക് ഹിതമില്ലാത്തത് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ ഈ ശാപം കൊണ്ടിട്ടത്? എന്തുകൊണ്ടാണ് എൻ്റെ പിതാവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതം എന്തുകൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം വീണുടയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം എന്തുകൊണ്ട് തകർന്നുപോയി? ഇതിനൊന്നും ഒരു മറുപടിയില്ല. ആ സമയങ്ങളിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങളെ വന്ന്, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആഹാരം കഴിച്ചു എന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടില്ല. ഒരു ബന്ധുക്കളെ ഞങ്ങൾ കണ്ടില്ല. ഒരു ചർച്ചക്കാരെ ഞങ്ങൾ കണ്ടില്ല. ഒരു കൂട്ടുകാരെ ഞങ്ങൾ കണ്ടില്ല. ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനകത്ത് അതുപോലെ അനുഭവങ്ങളിലായിരിക്കുന്ന അനേക ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. ഇന്ന് നീ തകർച്ചയിലായിരിക്കാം, നീ വീണ് കിടക്കുന്നവനായിരിക്കാം, നിന്നെ സഹായിക്കാൻ ഒരു ബന്ധുക്കളും ഇല്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് ജീവിതം നയിക്കാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം. നിങ്ങൾ അടുത്ത കാലത്ത് കേട്ട് കാണും, ഒരു മാതാവ് തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി പാലക്കാട് പ്രദേശത്ത് എവിടെയോ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു, കടം നിമിത്തം. ആ വാർത്ത വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, കർത്താവേ, 1994 ഇതുപോലെ ഞങ്ങളുടെ പിക്ചറും ഞങ്ങളുടെ ഫോട്ടോയും ഇതുപോലെ വാർത്തയായി വരേണ്ട ഇടത്ത് ഇന്ന് ഞങ്ങളെ ജീവനോടെ നിർത്തിയിരിക്കുന്നത് യേശുവേ അങ്ങാണല്ലോ. ഓ ഹല്ലേലൂയ.
ഇന്ന് ഇത് കേൾക്കുമ്പോൾ പലർക്കും പറയാൻ കഴിയും, നമ്മുടെയൊക്കെ ആളുടെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ ഇടത്ത് ഒരുവൻ നമ്മളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ എന്നോ നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞു പോകേണ്ട ഇടത്ത് ഈ തമ്പുരാൻ നമ്മളെ തേടി വന്നു. നമ്മൾ അന്വേഷിക്കാത്ത ഒരുവൻ നമ്മളെ തേടി വന്നു എന്ന് പറയുന്നവർ മാത്രം കരമടിച്ച് നല്ല കർത്താവിനെ സ്തോത്രം. മൂന്നാല് ദിവസം പട്ടിണിയാണ്. ബാങ്കുകാർ ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. ഒത്തിരി തവണ വന്ന് പോസ്റ്റ് ഒട്ടിച്ച് നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി. ഒരു ദിവസം അവർ വന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾ വരുന്നത് അന്ന കാലഘട്ടത്തിൽ ഈ ബാൻഡ് സെറ്റുമായിട്ടൊക്കെയാണ് വരുന്നത് അല്ലേ, കണ്ട് അവർ വന്ന് കൂട്ടും, എല്ലാ സാധനങ്ങളും പുറത്ത് ഇറക്കിയിടും, അവർ പൂട്ടി അവളെ വീട്ടിന് പുറത്താക്കും. ഇതാണ് ലാസ്റ്റ് വാണിംഗ്. 15 ദിവസം ഇത് പറഞ്ഞിട്ട് പോകുമ്പോൾ അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഇവർ നമ്മളെ ഇറക്കി വിട്ടാ നമ്മളെ ഒരു വീട്ടിലും കയറ്റില്ല, ഒരിടത്തും നമുക്ക് ആശ്രയമില്ല, കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അമ്മയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞാലും അത് നമുക്ക് ചെയ്യാം. അമ്മ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ അഭിമാനം നമുക്ക് വിട്ടുകളയണ്ട. ദൈവങ്ങൾ നമ്മുടെ മേൽ വിധിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം ഇതോടെ തീരുമെന്നല്ലേ, അങ്ങനെയെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം. അന്ന് എനിക്ക് 16 വയസ്സ്, എൻ്റെ ജ്യേഷ്ഠന് 18 വയസ്സാണ്. അയാൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കാരണം ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ അവസ്ഥകളുടെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി, സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിർവാഹമില്ല, മാനം കെട്ടൊരു ജീവിതം വേണ്ട. അമ്മ പറയുന്നത് പോലെ എന്തും ചെയ്യാൻ റെഡിയായി. അമ്മയോട് പറഞ്ഞ് നമുക്ക് വേഗത്തിൽ മരിക്കാം, അടുത്ത അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാം. അന്ന് എൻ്റെ അവിടെ അമ്മ പറഞ്ഞു, നാളെ നീ എവിടെ നിന്നെങ്കിലും പോയി ഏതെങ്കിലും വിഷക്കാ തേടിക്കൊണ്ടുവരണം, കാഞ്ഞിരത്തിൻ്റെ അരളിയുടെയോ കാ കൊണ്ടുവരണം, വേര് കൊണ്ടുവരണം, നമുക്കത് ഇടിച്ചു പിഴിഞ്ഞ് മരിക്കാം. കാരണം വിഷം മേടിക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ല. പിറ്റേന്ന് രാവിലെ എന്നോട് അമ്മ പറഞ്ഞു, നീ പോയിട്ട് വാ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു, ഞങ്ങളുടെ വീട്ടിനക്കരെ ഒരു ഗ്രാമപ്രദേശമുണ്ട്, അവിടെ മഞ്ഞ അരളിയുടെ കാ കിട്ടും. അതൊരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഈ കാ കഴിച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേര് കഴിച്ചാൽ പട്ടിക്കൊക്കെ കൊടുത്ത് കൊല്ലും, മനുഷ്യൻ കഴിച്ചാലും മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് വരാം, എനിക്കറിയാം. പിറ്റേ ദിവസം രാവിലെ ഒരു വയൽവരമ്പിലൂടെ അക്കരെ ആ ഗ്രാമപ്രദേശത്ത് പോകണം. ആ വയൽവരമ്പിലൂടെ ഈ വിഷക്കായ അന്വേഷിച്ച് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒരു ക്രൈസ്തവ സഹോദരൻ എന്നെ കണ്ടു. അദ്ദേഹം എൻ്റെ ഒരു ചെറിയ പരിചയക്കാരനാണ്. ആ സഹോദരനെ കണ്ട് ആ സഹോദരൻ എന്നെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, ഷിജു എങ്ങോട്ട് പോവുക? ഞാൻ പറഞ്ഞു, അക്കരെ ഒരാളെ കാണാൻ പോവുക. അവർക്കൊന്നും ഞങ്ങളുടെ സ്ഥിതി അറിയില്ല. അവരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ഗൾഫുകാരാണ്, അവരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്. ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, ഷിജു അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞു, അക്കരെ ഒരാളെ കാണാൻ പോവാ. അദ്ദേഹം എന്നെ കടന്നുപോയി, ഹായ് ബായ് പറഞ്ഞ് കടന്നുപോയി. 10-15 ചുവട് വെച്ചിട്ട് പെട്ടെന്ന് അതുപോലെ അവിടെ നിന്ന് കൈകൊട്ടി വിളിച്ചു, ഷിജു 1 മിനിറ്റ് നിൽക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരൻ എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ? ഞാൻ പറഞ്ഞു, പറയാൻ പറഞ്ഞു. ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, നിനക്ക് യേശുവിനെ അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. ആരാണ് യേശു? ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ നിന്റെ ദൈവമായ യേശു. എന്നാൽ ആ സഹോദരൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഓ പോരാ പോരാ, ഓ ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുവാൻ ലജ്ജിക്കാത്തതിൻ്റെ കാരണം, ഞാൻ അവനെ തേടിപ്പോയതല്ല, പകർന്നവനെ തേടി, ചാകാനിരിക്കുന്നവനെ തേടി, നഷ്ടപ്പെട്ടു പോയതിനെ തേടി.
ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് പറയുന്നു, യേശു നിന്നെ തേടി, തകർന്നിരിക്കുന്ന നിന്നെ തേടി, ആർക്കും വേണ്ടാത്ത നിന്നെ തേടി, ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന നിന്നെ തേടി, ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരോ ചാകാനിരിക്കുന്ന, ആത്മഹത്യ മാത്രമേ എനിക്കിനി ഒരു നിർവാഹമുള്ളൂ, എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടിയാ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ അറേഞ്ച് ചെയ്തത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇതാണ് യേശു. എനിക്ക് യേശുവിനെ അറിയാം, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു എന്നറിയാം. പക്ഷേ അന്ന് എനിക്കൊന്ന് പിടികിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുവിന് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല. തകർന്നവനെ കണ്ടാൽ അത് ഏത് മതത്തിൽപ്പെട്ടവനുമാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനുമാകട്ടെ, അല്ലെങ്കിൽ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാതെ ഇന്ന് നിന്റെ കുടുംബത്തെ തേടി, നിന്നെ തേടി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനിക്കും യേശുവിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരു മതത്തിനും യേശുവിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരുവൻ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിൽ എന്നെ രക്ഷിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹൃദയം നുറുങ്ങി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പ് പറയാം, അവനെ തേടി എൻ്റെ തമ്പുരാൻ ഇറങ്ങി വരും. മതത്തിന്റെ അതിർവരമ്പുകളെ വലിച്ചു കീറി അവൻ അവരുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലും. അല്ലെങ്കിൽ ആൾക്കാർ പറയും, യേശുവിന്റെ പുറകെ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ആൾക്കാർ ഓടുന്നു, മതം മാറിയ പണം കിട്ടും. ഇല്ല പ്രിയ സഹോദര, ഇത് പണത്തിന്റെ മാർഗമല്ല, പണം കിട്ടുന്ന മാർഗമല്ല. തകർന്നിരിക്കുന്നവനെ കണ്ടാൽ അല്ലെങ്കിൽ ആർക്കും അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ കഴിയാതെ ഇന്നും ജീവിക്കുന്ന ഒരുവന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ അവനെ തേടിപ്പോയതല്ല. എന്നോട് യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സഹോദരന് എൻ്റെ സിറ്റുവേഷൻ അറിയില്ല. പക്ഷെ എന്നെ കടന്നുപോയപ്പോൾ അവൻ്റെ അകത്തിരുന്ന യേശുവിന് പിടികിട്ടി, ഇവൻ ചാകാൻ പോവാ. ഞങ്ങൾക്ക് നിന്റെ അവസ്ഥ അറിയില്ല, പക്ഷെ ഞങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിന് നിന്നെ അറിയാം, നിന്റെ സ്ഥിതി അറിയാം, നിന്റെ അവസ്ഥ അറിയാം. അതാ ഞങ്ങൾ ട്രാക്ടർ ഓട്ടൊക്കെ നിന്റെ വീട്ടിൽ കയറി വരുന്നേ. അതാ ഞങ്ങൾ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വഴിയിൽ തടഞ്ഞു നിർത്തി നിന്നോട് യേശു സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. നിന്റെ അവസ്ഥ ഞങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിന് അറിയാം. അതാ ഞങ്ങൾ പരസ്യമായി വിളിച്ച് അല്ലെങ്കിൽ പറയുന്നത്, ഹല്ലേലൂയ, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഞങ്ങൾ പറയുകയല്ല, നിന്റെ ഉടഞ്ഞ ഹൃദയത്തെ കാണുന്ന യേശു അവൻ നിന്നോട് വിളിച്ചു പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആർക്കും വേണ്ടാത്തതിനെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെയല്ല തോന്നിയത്. അന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. സ്തോത്രം. കാരണം ഇതിനു മുമ്പ് ആ സഹോദരനോട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഒരു വാക്കുപോലും അദ്ദേഹം ഒരു CSA ക്രിസ്ത്യാനിയാ. സാധാരണ സുവിശേഷം പറയുന്ന സ്വഭാവമില്ല. പക്ഷേ അവൻ്റെ അകത്തിരുന്ന യേശുവിന് ഒരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. കാണുന്ന തകർന്നവനെ കണ്ടാൽ അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അവൻ കൈ കൊടുക്കുമ്പോ, ഹല്ലേലൂയ, സഹോദരൻ നീ എവിടെ പോകുന്നു ചോദിക്കുമ്പോ അവന്റെ അകത്തിരുന്ന യേശുവിന് പിടികിട്ടി, ഇവൻ വിഷമന്വേഷിച്ചാ പോകുന്നത്, ഇവനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതാ സുവിശേഷം. ഇതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുകയല്ലെന്ന്, ഞങ്ങളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുകയാണ്.
അതുകൊണ്ടാണ് നിന്നെ ബസ്സിൽ കാണുമ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോഴും ഹല്ലേലൂയ ഞങ്ങൾ ട്രാക്ട് തരുന്നതും, ഞങ്ങൾ ഹല്ലേലൂയ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും. ഞങ്ങൾ നിന്നെ കണ്ടിട്ട് പറയുകയല്ല, നിന്റെ കുലമഹിമ കണ്ട് പറയുകയല്ല, നിന്റെ ഹല്ലേലൂയ പുറമേ കണ്ട് പറയുകയല്ല, നിന്റെ അകത്തെ അവസ്ഥ കാണുന്ന യേശു. ഇന്ന് ഞങ്ങൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും വീട്ടുകാരെ കണ്ടിട്ടല്ല ഞങ്ങൾ പ്രസംഗം നടത്തുന്നത്. ഹല്ലേലൂയ, ഇവിടെ പ്രസംഗിക്കുവാൻ സുവിശേഷം ഹല്ലേലൂയ ഇങ്ങനെ ക്രമീകരിക്കണമെന്ന് തമ്പുരാൻ അരുളപ്പാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണാത്ത ആരൊക്കെയോ യേശു ഇവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ കാണാത്ത ആരെയൊക്കെയോ യേശു കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു സഹോദരി സഹോദര, നിന്നെ യേശു കണ്ടു. നിന്നോടാ ഇത് വിളിച്ചു പറയുന്നേ. ഓ, പക്ഷെ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് ഇങ്ങനെയാണ്. ചാകാനിരിക്കുമ്പോഴാണ് അവൻ്റെ മതപരിവർത്തനം. ആ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആ സഹോദരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ എൻ്റെ മനസ്സിനകത്ത് ദേഷ്യം വരികയാണ്. എൻ്റെ അകത്ത് തോന്നി, ഇന്ന് രാത്രി കൊണ്ട് ഇന്ന് വിഷം കാകിട്ടും, ഇന്ന് രാത്രി ഞങ്ങളുടെ അത്താഴം വിഷമാണ്. അത് കഴിച്ച് ചാകാനിരിക്കുന്ന എന്നെ ഈ യേശു സ്നേഹിച്ചിട്ട് എന്ത് പ്രയോജനം? ആ സഹോദരനെ തള്ളി മാറ്റി. അന്നും കേൾക്കാനുള്ള സാഹചര്യത്തിലല്ല, തള്ളി മാറ്റി. ഞാൻ പിന്നെയും മുന്നോട്ട് നടന്നു. ആ വീടെത്തുന്നതിന് ഏകദേശം 50 മീറ്റർ മുമ്പിൽ എത്തുമ്പോൾ ഒരു ചെറിയൊരു ഷെഡ്. ആ ഷെഡിനകത്ത് അതിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ ആ ഷെഡിനകത്ത് നിന്നൊരു ശബ്ദം പുറത്തോട്ട് വരികയാണ്. നീ ഏത് മതസ്ഥനുമാകട്ടെ, നിന്റെ ശാപത്തെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഓ, യേശു ഒരുവനെ കണ്ടാൽ അവൻ വിട്ടേച്ചു പോകുന്നവനല്ല, അവൻ പിന്തുടർന്ന് പിടിക്കുന്ന നിന്നെ രക്ഷിച്ച്, നിന്നെ വിടുവിച്ച്, നിന്റെ കുടുംബത്തെ മാറ്റി, നിന്റെ സാഹചര്യം മാറ്റി, നിന്നെ ഉയർത്താതെ, നിന്റെ ശാപത്തെ പൊട്ടിച്ച്, നിന്നെ പുറത്തു കൊണ്ടുവരാതെ അടങ്ങിയിരിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. This is my experience. ഇതെന്റെ അനുഭവമാണ്. ഈ സഹോദരി പറഞ്ഞ ആ ജേക്കബ് ഉപദേശി അന്ന് ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടമാണ്. അദ്ദേഹം നടത്തുന്ന ചെറിയ കൂട്ടായ്മയാണ്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയാണ്. 10-15 പേർ കൂടുന്ന ഒരു ഓലമിടഞ്ഞ ഷെഡിനകത്ത് നിന്നാണ് ഈ ശബ്ദം എൻ്റെ കാതുകളിൽ വരുന്നത്. നീ ഏത് മതസ്ഥനുമാകട്ടെ, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. പുറകെ പോകുന്ന എന്നെ, പുറത്തൂടെ പോകുന്ന എന്നെ കണ്ടിട്ടുള്ള പ്രസംഗമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കുകൾ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ അതിനകത്തോട്ട് കയറി. ഇതാരാ ഇത് പറഞ്ഞേ? കാരണം കഴിഞ്ഞ 4 വർഷമായി ബോർഡ് വെച്ച സകല ഇടങ്ങളിലും നിങ്ങളുടെ ശാപത്തെ മാറ്റുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ പല ഇടങ്ങളിലും കയറി ഇറങ്ങി നടന്ന എന്നോട് ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. ആ ശബ്ദം എന്നെ അകത്തേക്ക് വലിച്ചു കയറ്റുന്നത് പോലെ കയറി. അതിനകത്ത് ചെല്ലുമ്പോൾ പുറകിലൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. 10-15 പേർ അതിനകത്തിരുന്ന് ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ പുറകിലിരുന്നു. അദ്ദേഹം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. യേശു നല്ലവനാന്ന് പറഞ്ഞു, യേശു രക്ഷകനാന്ന് പറഞ്ഞു, യേശു ദൈവമാന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് ദഹിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കെന്ത് പ്രയോജനം? ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. ആ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രസംഗം അവസാനിച്ചു. അദ്ദേഹവും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ഞാനും എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നതും ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരം ദൈവം നൽകും. അപ്പോൾ എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മനസ്സ് പറഞ്ഞു, 33 കോടി ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ലോകത്തിലൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്?
അപ്പോൾ ആ അഭിഷിക്തൻ പറയുകയാണ്, യേശുവേ എന്ന് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക, നിങ്ങളുടെ ഭാരങ്ങൾ പറയുക. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെയാ പറഞ്ഞത്, ഞങ്ങളുടെ രക്ഷിപ്പാൻ ആരുമില്ല. ഞാനും എൻ്റെ അമ്മയും സഹോദരനുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ഈ മനുഷ്യ വഴിയിൽ വെച്ചൊരു സഹോദരൻ പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യേശുവിന് നിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അന്ന് എനിക്കറിയില്ല, കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അവർ നിന്നതുപോലെയല്ല, ഞാൻ കൈകൂപ്പി നിന്നു, കണ്ണു തുറന്നു നിന്ന് പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവേ, ഞാനും എൻ്റെ അമ്മയും സഹോദരനും വിഷം കഴിച്ച് മരിക്കാൻ പോവുക. ഈ അവസാന നിമിഷത്തിൽ നിനക്ക് എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും? തകർന്നവൻ്റെ ജീവിതം അവസാനിക്കാനിരിക്കുന്നവൻ്റെ അത് ഞരക്കമാണോ, പ്രാർത്ഥനയാണോ, നിലവിളിയാണോ എന്നറിയില്ല. ജീവിക്കാൻ കൊതിക്കുന്ന ഒരു 16 വയസ്സുകാരൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയാണെന്ന് തോന്നാൻ. ഒട്ടും വിശ്വസിച്ചിട്ട് പറയുന്നതല്ല. ഈ മനുഷ്യൻ പറയാ, പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ആ ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുകയില്ലേ എന്നറിയില്ല. എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത് ആ ഹോള് നിറഞ്ഞു വരുന്ന വലിയൊരു പ്രകാശം. ആ വലിയൊരു പ്രകാശം അത് ആ ഹോൾ മുഴുവൻ നിറഞ്ഞ് അതെന്നെ മൂടുവാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് എന്തൊക്കെ ഇടിഞ്ഞു മാറുന്നത് പോലെ, എൻ്റെ ഹൃദയഭാരങ്ങളെ ഉടഞ്ഞു മാറുന്നത് പോലെ, ഹല്ലേലൂയ, യേശു നൽകുന്ന നിത്യ സമാധാനം എന്തെന്ന്, ഹല്ലേലൂയ, 16ാമത്തെ വയസ്സിൽ ആ സമാധാനം ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. ഓ പോരാ, കരമുയർത്തി നല്ല കർത്താവിനെ. എൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ നിറയുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ അകത്ത് നിന്ന് ഈ ഭാരമെല്ലാം, ചിന്താഗതികളെല്ലാം മാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. ആരെങ്കിലും എന്നെ തൊട്ടോ? ആരും എന്നെ തൊട്ടിട്ടില്ല. ആരെങ്കിലും എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല, അതൊന്നും അറിയില്ല. ഞാൻ നിന്ന നിൽപ്പിൽ എന്നെ മൂടുന്ന ഒരു പ്രകാശം ഞാൻ കണ്ടു. അതെന്നെ നിറഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, എൻ്റെ ശിരസ്സ് മുതൽ പാദം വരെ ഇറങ്ങുമ്പോൾ എൻ്റെ അകത്ത് നിന്ന് ഭയം മാറുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ അകത്ത് ഭയങ്കര ഒരു ധൈര്യം വെളിപ്പെടുവാൻ തുടങ്ങി. എൻ്റെ അകത്തൊരു സമാധാനം ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദന, യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. ആർക്കും നിങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയാത്ത നിത്യ സമാധാനം അതനുഭവിക്കുന്നവർ മാത്രം, അത് നിന്നെ തൊട്ടെന്ന് അനുഭവിക്കുന്നവർ മാത്രം. അത് ഇന്ന് വരെ തൊട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അത് നിന്നെ തൊടാൻ പോവുകയാണ്. യേശു നൽകുന്ന സമാധാനം എന്തെന്ന് നീ അറിയും. ഈ ഹല്ലേലൂയ മീറ്റിംഗ് വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് ആത്മാവിൽ ഞാൻ ചിലതിനെ നോക്കി പ്രവചിക്കുന്നു. ദൈവം നൽകുന്ന നിത്യ സമാധാനം നിന്റെ പ്രശ്നത്തിനകത്ത്, പ്രതികൂലത്തിനകത്ത്, ആർക്കും നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരാത്ത സാഹചര്യത്തിനകത്ത് നിന്നെ നിറയ്ക്കുന്ന നിത്യ സമാധാനം ഇന്ന് രാത്രിയിലും ഈ ദേശത്തിന്റെ മേൽ, ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നിറങ്ങി വരാൻ പോകുകയാണ്. നീ രോഗത്തിലായിരിക്കാം, കടബാധ്യതയിലായിരിക്കാം, പ്രശ്നത്തിലായിരിക്കാം, പ്രതികൂലത്തിലായിരിക്കാം, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള വിചാരത്തിലായിരിക്കാം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ നിന്റെ മേൽ പകരുന്ന ആ നിത്യ സമാധാനത്തെ കെടുത്തിക്കളയാൻ രോഗങ്ങൾക്ക് കഴിയില്ല, കഷ്ടതകൾക്ക് കഴിയില്ല, ബന്ധനങ്ങൾക്ക് കഴിയില്ല, പോരാട്ടങ്ങൾക്ക് കഴിയില്ല. അത് നിന്റെ അകത്ത് സ്വർഗമിട്ട നിത്യ സമാധാനം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഷിജു, നിന്റെ കടഭാരം മാറിയോ? നിന്റെ വിഷയം മാറിയോ? നിന്റെ പ്രശ്നം മാറിയോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാറി, അകത്തെ ഭാരം മാറി. ഒരു സ്തോത്രം പറഞ്ഞേ.
ഹല്ലേലൂയ. അകത്തെ ഭാരം മാറിയെന്ന്, കടത്തെക്കുറിച്ചുള്ള ഭാരം മാറിയെന്ന്, ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം മാറി, നാളെക്കുറിച്ചുള്ള ഭാരം മാറി, വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരം മാറി. അത് മതിയെന്നൊന്ന് പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞേ. നമുക്കൊന്നും വിഷയമില്ല എന്നല്ല, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നേ? നമുക്ക് രോഗം വരില്ല എന്നല്ല, നാട്ടുകാർക്കുള്ളതിനേക്കാൾ വിഷയം നമുക്ക് വന്നേക്കാം. പക്ഷേ അകത്ത് വ്യാപരിച്ച ഈ സമാധാനത്തെ കെടുത്തിക്കളയാനുള്ള ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ. ഇതിനെ കെടുത്തിക്കളയുന്ന ഒന്നും ഒരു ശക്തിയും ഈ ലോകത്തിൽ ഇല്ലെന്ന്. അതാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒന്നിനും കെടുത്തിക്കളയാൻ കഴിയാത്ത, തകർക്കുവാൻ കഴിയാത്ത, അതനുഭവിക്കുന്നവർ ശക്തമായി കരമടിച്ച് ആത്മനിറവിൽ അതൊന്ന് ജ്വലിക്കട്ടെ. ഇന്ന് രാത്രി അതൊന്ന് ജ്വലിക്കട്ടെ. വിവിധ ഭാരത്തോടെ, വിവിധ വിഷമത്തോടെ, വിവിധ നിരാശകളോടെ ഇതിനകത്തിരിക്കുന്ന നീ മടങ്ങിപ്പോകാൻ പോകുന്നത് പഴയ സമാധാനക്കേടുമായിട്ടല്ല, അസ്വസ്ഥതയുമായിട്ടല്ല, രോഗമെന്ന ഭാരത്തോടെ അല്ല, കടമെന്ന ഭാരത്തോടെ അല്ല, നിരാശയെന്ന ഭാരത്തോടെ അല്ല, നാളെക്കുറിച്ചുള്ള വിചാരത്തോടെ അല്ല. നീ പുറപ്പെട്ടു പോകാൻ പോകുന്നത് നിന്റെ അകത്ത് ജ്വലിക്കുന്ന ദൈവം നൽകുന്ന നിത്യ സമാധാനത്തോടെ, നിന്റെ അകത്ത് ബബിൾ ചെയ്യുന്ന ദൈവിക സമാധാനത്തോടെ സ്വർഗം ഇതാ നിന്നെ തൊടുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ചിലരോട് ആത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. നിന്നെ തൊടുകയാണ്. നിന്റെ അസ്വസ്ഥതകൾ, നിന്റെ മക്കളെ കുറിച്ചുള്ള വിചാരങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, തലമുറയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, അല്ലെങ്കിൽ പലതിനെ കുറിച്ചുള്ള ചിന്തകൾ, ഇതിനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റിയിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് ഇതാ യേശു നൽകുന്ന നിത്യ സമാധാനത്തെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിൽ ഇട്ടു തരികയാണ്. ഇതിനകത്ത് അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ശക്തമായി ആത്മാവിൽ കരമടിച്ച് അന്യഭാഷകളിൽ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിൽ അതൊന്ന് ജ്വലിക്കട്ടെ. സ്തോത്രം. ഇതിങ്ങനെ അകത്ത് അവിടെ പ്രാർത്ഥന നടക്കുക. ഏറ്റവും പുറകിൽ ഞാൻ പേടിച്ചു നിൽക്കുവാണ്. കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു ആകാശത്തിൽ അതിൻ്റെ മേൽക്കൂര മാറിപ്പോയി, ഇതെവിടെന്നാ ഈ പ്രകാശമൊക്കെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് പിന്നെ പതിയെ തെളിഞ്ഞു വരിക. ഈ അകത്ത് അവിടെ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അകത്തെന്തോ ഇങ്ങനെ അല്ലെങ്കിൽ പിടയ്ക്കുന്നത് പോലെ തോന്നി. അന്ന് എനിക്കറിയില്ല പാസ്റ്ററെ കാണണം, ആശീർവാദം പ്രാപിക്കണം, അല്ലെങ്കിൽ അവസാനം കണ്ട് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ഞാൻ അതിനകത്തുനിന്ന് അപ്പോൾ തന്നെ പുറത്തോട്ടിറങ്ങി ഞാൻ നേരെ വന്ന വഴിയെ തിരിച്ചു വിടുക. ആ സ്ഥലത്ത് നിന്ന് 50 മീറ്ററൂടെ മാറിയാൽ അല്ലെങ്കിൽ ആ വിഷക്ക കിട്ടുന്ന വീടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങ് മറന്നു. ഹല്ലേലൂയ. തിരിച്ച് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. അല്ലെങ്കിൽ നിന്റെ വഴി തിരിച്ചു വിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ എന്തെന്ന് പറയുന്ന ഇടത്ത് നിന്ന് അതിൻ്റെ പുതിയത് ആരംഭിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ജീവിതം തീർന്നു എന്ന് ലോകം എഴുതി വെച്ച, ജാതകം എഴുതി വെച്ച, അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് നിന്ന് പുതിയ ജാതകം കുറിക്കുന്ന, പുതിയ ചരിത്രം കുറിക്കുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന, നീ തീർന്ന ഇടത്ത് നിന്ന് നിന്റെ ജീവിതത്തെ തിരിച്ചുവിടുന്ന അതനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഭവനത്തിലേക്ക് വീട്ടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ അമ്മ ചോദിച്ചു, അമ്മ നിൽക്കുമോ? അമ്മ ചോദിച്ചു, വിഷം കിട്ടിയോടാ എന്ന് ചോദിച്ചു. കാരണം അങ്ങോട്ട് പോയതുപോലെയല്ല, മുഖത്തൊരു മാറ്റമുണ്ട്. വാടിയ മുഖം മാറി, അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖമായി മടങ്ങി വരികയാണ്. അല്ലെങ്കിൽ അമ്മ ചോദിച്ചു, വിഷം കിട്ടിയോ? നീ ചിരിക്കുന്ന കണ്ടാൽ ഇന്ന് തന്നെ നമുക്ക് ഇനി ഒരു ദുഃഖമില്ല എന്ന് തോന്നുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അമ്മയോട് പറഞ്ഞു, വിഷം കിട്ടിയില്ല, മറിച്ച് വിഷൻ കിട്ടി. പിടികിട്ടിയവർ മാത്രം. ഹല്ലേലൂയ. വിഷം അന്വേഷിച്ചു പോകുന്നവനെ ദർശനം നൽകി മടക്കി വിടുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവന്റെ പേരാണ്, ഉറക്കെ പറഞ്ഞേ, നസ്രായനായ യേശു ക്രിസ്തു.
സ്തോത്രം. ഞാൻ അമ്മയോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാ ഞാൻ സുവിശേഷകനായി എന്നറിയൂ? എന്നാ ഞാൻ യേശുവിനെ പറഞ്ഞു തുടങ്ങിയെന്നറിയൂ? ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പോയി PhD എടുത്തിട്ട് വന്നിട്ടല്ല ഞാൻ പറഞ്ഞേ. എന്ന് യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടിയോ ആ 16-ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി, നമ്മെ രക്ഷിക്കാൻ ഒരുവനുണ്ട്, അവന്റെ പേരാ നസ്രായനായ. അന്ന് തുടങ്ങിയതാ ഈ പ്രസംഗം. അന്ന് തുടങ്ങിയതാ യേശുവിനെ പറയാൻ. സ്തോത്രം. അമ്മയോട് പറഞ്ഞു, നമ്മെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. അമ്മ ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, യേശു. സ്തോത്രം. ഇത് പറയാൻ നിനക്ക് എന്താ വേണ്ടേ? ഇത് പറയാൻ നിനക്ക് PhD വേണോ? ഇത് പറയാൻ നിനക്ക് ബൈബിൾ മുഴുവൻ വായിക്കണോ, പഠിക്കണോ? നിന്റെ അകത്ത് കർത്താവ് തൊട്ടിട്ടുണ്ടെങ്കിൽ, യേശു നിന്നെ ഒരിക്കലെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ നിനക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നീ പറയാൻ തുടങ്ങും, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തു എന്ന നാമം. നീ പറഞ്ഞു തുടങ്ങും. അതിന് നിനക്ക് ആരും പൈസ തരണ്ട, ആരും സ്റ്റേജ് തരണ്ട, ആരും നിന്നെ പ്രലോഭിപ്പിക്കണ്ട. അനുഭവമുള്ളവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. യേശുവിനെ അറിയുന്നവന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. യേശുവിനെ അറിഞ്ഞവന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അവൻ വിളിച്ചു പറയും. ഇന്ന് ഞാൻ തൊട്ട ഭാഗമുണ്ടല്ലോ, ക്രൂശി കിടക്കുക കള്ളൻ. ഒരു കള്ളൻ അവനെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തുനിന്ന് മറ്റേ കള്ളൻ പറയുവാണ്, ഇവിടെ നിനക്ക് നാണമില്ലേ? നീ ഞാനും എല്ലാം ഒരേ ശിക്ഷാവിധി കിടക്കുക. പക്ഷെ ഈ കിടക്കുന്നവനുണ്ടല്ലോ, അവൻ ഒരു തെറ്റും ചെയ്യാത്തവനാ. അടുത്ത് കിടന്നപ്പോൾ ഒരുത്തിന് പിടികിട്ടി, ഈ കിടക്കുന്നവൻ ആരൊരു പാപം ചെയ്യാത്തവനാണ്, ഈ പാപത്തിൻ്റെ ക്രൂശ് ചുമക്കുന്നതെന്ന്. മറ്റവൻ പറയാ, അടാ ഇത് നമ്മുടെ ശിക്ഷയ്ക്കുള്ളതാണ്, നമ്മുടെ തെറ്റിൻ്റെ ശിക്ഷയാണ് നമ്മൾ ചുമക്കുന്നത്. പക്ഷെ ഇവൻ ചുമക്കുന്നത് ഇവന്റെ തെറ്റിൻ്റെ ശിക്ഷയല്ല എന്ന്. ചാകാൻ ക്രൂശിൽ കിടക്കുന്നവന് പിടികിട്ടിയെങ്കിൽ അവൻ പറയുക, ഇത് ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാവർക്കും പിടികിട്ടിയെന്ന് വരില്ല. പിടികിട്ടിയവൻ പറയും, ഹല്ലേലൂയ, നീ ഒന്ന് മിണ്ടാതിരുന്ന് ദൈവത്തെ ഭയപ്പെട്. പിടികിട്ടിയവൻ പറയും, യേശുവിനെ പിടികിട്ടിയവൻ പറയും, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ലെന്ന്. പിടികിട്ടാത്തവൻ പറയും, എല്ലാ വഴിയും അങ്ങ് ചെല്ലൂ എന്ന് പറയും. തിരിച്ചറിഞ്ഞവൻ പറയും, ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറയും. ഈ കള്ളൻ പറയുക, ഹല്ലേലൂയ. കള്ളൻ എന്തോ പറഞ്ഞേ? മറ്റവനും അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു അഭിഷിക്തൻ പറഞ്ഞു, ആ സമയത്ത് ആരാ ഈ കൺവെൻഷൻ പ്രസംഗം നടത്തിയേ ഇവൻ മാനസാന്തരപ്പെടാൻ? തൊട്ടടുത്ത് കിടന്നവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പിടികിട്ടി, അവനൊരു വെളിപ്പാട് കിട്ടി. ഇവൻ തെറ്റുകാരനല്ലെന്ന് വെളിപ്പാട് കിട്ടി. അടുത്ത് കിടന്ന കള്ളന് വെളിപ്പാട് കിട്ടി, ഇവനാണ് രാജാവെന്ന് വെളിപ്പാട് കിട്ടി. ഇല്ലേ? പറഞ്ഞേ. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. ഒരു സ്തോത്രം പറഞ്ഞേ.
അവിടെ കൂടെ നിന്ന് 12 എണ്ണവും ഓടി രക്ഷപ്പെട്ടു. ഒരു യോഹന്നാൻ മാത്രം ക്രൂശോട് ചേർന്ന് നിൽക്കും. ബാക്കി എല്ലാവരും പല വഴിക്ക് ഓടി. ചാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ഹല്ലേലൂയ, അവന് ഒരു പിടി കിട്ടിയ വെളിപ്പാട് എന്താണെന്നറിയോ? ഇവനാ രാജാവായി വരാൻ പോകുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നമുക്കൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ഒരു വെളിപ്പാട് കിട്ടിയത് കൊണ്ടാ നമ്മളൊക്കെ ഇതിനകത്തിരിക്കുന്നേ. നമ്മളെപ്പോലെ സമാശിക്ഷാവിധിക്കകത്ത് കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കിതൊന്നും വെളിപ്പെടാതിരിക്കുമ്പോ ദൈവം കൃപ തോന്നി നമുക്ക് ഈ വെളിപ്പാട് തന്നതിനെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. അവനാണ് രാജാവായി വരാൻ രാജാതി രാജാവെന്ന്, കർത്താതി കർത്താവെന്ന് ഹല്ലേലൂയ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാന്ന് തിരിച്ചറിയുന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞേ. ഞങ്ങളുടെ കുലത്തിൽപ്പെട്ടതും ജാതിയിൽപ്പെട്ടതും ഒക്കെ ഒത്തിരി പേരുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ ഹല്ലേലൂയ കർത്താവേ, നിന്റെ അടുക്കൽ കിടന്ന കള്ളനെ പോലെയാണല്ലോ അവസാന നിമിഷത്തിൽ, ചാകാൻ പോകുന്ന നിമിഷത്തിൽ ഹല്ലേലൂയ കർത്താവ് ഈ കൃപ തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിത്യ നരകത്തിൽ പോയേനെ. പക്ഷെ ആ കൃപ തന്നതുകൊണ്ട് ഹല്ലേലൂയ ക്രൂശിൽ മരിച്ചത് അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള വെളിപ്പാട് തന്നതിനായി ഇന്നലെ വരെ മറ്റേ കള്ളനെ പോലെ ഞാൻ കുറ്റം വിധിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുമായിരുന്നു, ഹല്ലേലൂയ യേശുവോ ബലഹീനൻ, ക്രൂശിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മരിച്ചു, എല്ലാരും കൂടെ തല്ലിക്കൊന്നു എന്നാ പറയുന്നത്. അവിടെ നിന്ന് ഹല്ലേലൂയ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ പോലും ഇറങ്ങി വരാൻ കഴിയാതെ മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരുവനെ കുറിച്ചാണല്ലോ ഈ ക്രിസ്ത്യാനികൾ പറയുന്നതെന്ന് പറഞ്ഞ് പുച്ഛിച്ചു കൊണ്ടിടുന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ക്രൂശിൽ എനിക്ക് വേണ്ടി ചാകാൻ, എനിക്ക് വേണ്ടി ഹല്ലേലൂയ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ. അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി, ക്രിസ്തുവേ നീ ഹല്ലേലൂയ രക്ഷകനെങ്കിൽ ഇറങ്ങി വന്ന് നിന്നെയും ഞങ്ങളെയും രക്ഷിക്കെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് യേശു ഇറങ്ങി വന്നില്ല എന്ന് എനിക്ക് പിടികിട്ടി. കാരണം ഹല്ലേലൂയ ഞാനും എൻ്റെ കുടുംബവും ചാകാനിരുന്നപ്പോൾ, ശാപത്തിൻ കീഴെ തീരാനിരുന്നപ്പോൾ എൻ്റെ പാപത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തെ, ഞങ്ങളുടെ ശാപത്തെ ക്രൂശിൽ വഹിച്ച് മരിച്ച് മണ്ണ് അതിന് 3-ാം ദിവസം അവിടെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടി, ഈ എൻ്റെ കുടുംബത്തിന് വേണ്ടി, ശാപം നിറഞ്ഞ എനിക്ക് വേണ്ടിയാണെന്ന് ഇന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവൻ അന്ന് ഇറങ്ങി വരാത്തെ. അന്ന് അവനെ പരിഹസിക്കുന്ന പരിഹാസത്തിന്റെ ശബ്ദമല്ല യേശുവിൻ്റെ കാതുകളിൽ കേട്ടത്. നെടുമങ്ങാടെന്ന ദേശത്ത് തകർന്ന താളടിയായി ഞങ്ങളെ രക്ഷിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന തകർന്ന ഒരു നായർ കുടുംബത്തിനകത്തു നിന്ന് നിലവിളിക്കുന്ന ഒരു അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളിയുടെ ശബ്ദമാണ് കാൽവരിയിൽ എൻ്റെ തമ്പുരാന്റെ കാതുകളിൽ കേട്ടത്. അതുകൊണ്ട് ആ പരിഹാസങ്ങളെ അവഗണിച്ചുകൊണ്ട് യേശു തന്നെത്താൻ എൻ്റെ ശാപത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തെ, ജാതകങ്ങൾ എഴുതി വെച്ച ശാപത്തെ ക്രൂശിൽ വഹിച്ച് അതിൽ തറച്ച് ഞങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയിരുന്ന മേലെഴുത്തുകളെ മാച്ചുകളഞ്ഞ് ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച് ഞങ്ങളെ അവന്റെ മക്കളും സ്വന്തം ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി ഈ ദൈവം മാറ്റി. കരമടിച്ച് ആ കള്ളം പറഞ്ഞു. സ്തോത്രം. ഈ വെളിപ്പാടൊക്കെ പ്രാപിക്കാൻ അല്ലെ വർഷങ്ങളുടെ പഴക്കമൊന്നും വേണ്ട, അല്ലേ ഭാഷ? ദൈവം നേരെ ഒന്ന് തൊട്ട ഒറ്റ തൊടല് മതി.
അന്ന് നിന്റെ അകത്ത് വെളിപ്പാട് കയറും. ഈ വെളിപ്പാട് കേൾക്കാൻ നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ പേടിപ്പിച്ച് നരകവും സ്വർഗവും പറഞ്ഞല്ല നീ ഈ വെളിപ്പാടിനകത്ത് കയറേണ്ടേ. നാളെ ഭൂകമ്പം വരുന്നു, നാളെ അല്ലെങ്കിൽ ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞല്ല നിനക്ക് വെളിപ്പാട് പ്രാപിക്കുന്നേ. യേശുവിനെ നിന്റെ അകത്തേക്ക് തൊട്ടാ. കള്ളൻ വലിയ സുവിശേഷ പ്രസംഗം കേട്ടിട്ടല്ല, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് പിടികിട്ടി, ഇവൻ പാപമില്ലാത്തവൻ, ഇവൻ പാപം ചുമക്കുന്നുവെങ്കിൽ അത് എന്റെയും നിന്റെയും പാപമാണെന്നുള്ള വെളിപ്പാട് കിട്ടാൻ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാ മതിയെന്ന്. സ്തോത്രം. ക്രൂശി കിടന്ന് അവൻ പറയുക, യേശുവേ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞേ. അവന് നിത്യതയെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയത് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടല്ലെന്ന്. പിടികിട്ടുന്നുണ്ടോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവന് പിടികിട്ടി, ഞാൻ ചത്താലും തീരാൻ പോകുന്നില്ലെന്ന്. യേശുവിനെ പിടികിട്ടിയവൻ ഒന്നറിയാം, ഹല്ലേലൂയ, ഞാൻ മരിച്ചാലും ജീവിക്കുമെന്ന വെളിപ്പാട്. പോരാ പിടികിട്ടില്ല എന്ന് തോന്നുന്നു. സ്തോത്രം. ഞാൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വെളിപ്പാട് എനിക്കൊന്ന് ആദ്യം കിട്ടിയത് അവനാന്ന് തോന്നുന്നു. ഇല്ലേ? കള്ളം പറയുക, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരും. നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഉറപ്പില്ല. നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, നമുക്ക് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരണം. ഇവൻ അതിനൊന്നും സമയമില്ല. ക്രൂശി കിടന്നുകൊണ്ട് അവന് പിടികിട്ടി, ഇവൻ ഇവിടെ തീരാൻ പോകുന്നവനല്ലെന്ന്. പിടികിട്ടുന്നുണ്ടോ? ഇവൻ ഇവിടെ തീരാൻ പോകുന്നില്ലെന്ന്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നും ചിലരുടെ ധാരണ യേശു തീർന്നു എന്നാ വെളിപ്പാട് കിട്ടിയവൻ പറയും, അവൻ തീർന്നിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ വീണ്ടും വരും, അവൻ രാജ്യത്വം പ്രാപിക്കും, ഞാനും അവനോടുകൂടെ വാഴും. അത് ഉള്ളവർ മാത്രം കരമടിച്ച് പോരാ, ശക്തമായി. അതാ ക്രിസ്ത്യാനിയുടെ വെളിപ്പാട്. അതുകൊണ്ടാ ഞങ്ങൾ ഘോരഘോരം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ വന്നാലും അല്ലെങ്കിൽ ഞങ്ങൾക്കത് സാരമില്ലാത്തത്. നിർത്തണ നിന്റെ ഹല്ലേലൂയ പറഞ്ഞാലും ഞങ്ങൾ പിന്നെയും ഉറക്കെ ഹല്ലേലൂയ പറയുന്നത്. തോക്ക് നിന്റെ തലയിൽ കൊണ്ടുവച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ ചിരിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ, കള്ളന് കിട്ടിയ പോലെ ഞങ്ങൾക്കൊരു വെളിപ്പാടുണ്ട്. അവൻ രാജാവായി വരും, ഞാൻ അവനോടുകൂടെ വാഴും. കള്ളം പറയുക, കർത്താവേ എനിക്കറിയാം ഞാനും തീരില്ലെന്ന് എനിക്കറിയാം. ഉറപ്പുണ്ടോ? കണ്ടോ? അവൻ പറയുക, അവൻ ഉള്ള വെളിപ്പാട് പോലെ നമുക്കില്ല. അവൻ പറയുക, കള്ളനാ, ക്രൂശി കിടക്കുക. നമ്മുടെ കാഴ്ചപ്പാടിൽ നരകം, കുഴി, നരകം, തീ, പുക, അതിനകത്ത് ഇവൻ തീരും. പക്ഷെ അവൻ പറയുക, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. ഒരു സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്നവന് തൊട്ട് ചോദിച്ചേ, എത്ര വെളിപ്പാട് നിനക്കുണ്ടോന്ന് ചോദിച്ചേ. സ്തോത്രം. നമ്മൾ പലരും പേടിച്ചിരിക്കുക, നരകവും സ്വർഗവും ഒക്കെ കേട്ട് പേടിച്ച് ഉറച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ അകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ നീ പറയും, എൻ്റെ നാഥൻ വരും, അവൻ രാജാധി രാജാവായി വരും, ഞാനും അവന്റെ കൂടെ വാഴും. പോരാ. സ്തോത്രം. ഓ ഹല്ലേലൂയ.
ആദ്യമായി യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശുവിനെ എന്നെ ഞാൻ അനുഭവിച്ചു. നിങ്ങൾ ചോദിക്കുക, കടഭാരം മാറിയോ, രോഗം മാറിയോ, വിഷയം മാറിയോ? അതൊന്നും എനിക്കറിയില്ല. ഒന്ന് മാറി, ഭാരം മാറി. ഒരു സ്വത്രം പറഞ്ഞേ. അമ്മയോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാൻ ഒരുവന് കഴിയും. അമ്മ വാവിട്ട് നിലവിളിച്ചു. എന്തിനാ നിലവിളിച്ചേ? മാനസാന്തരപ്പെട്ട് കരഞ്ഞതല്ല. 16 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ വിഷമന്വേഷിച്ചു പോയി, തിരിച്ചു മാനസിക രോഗിയായി മടങ്ങി വരുന്നു. നീ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ലജ്ജ കൂടാതെ പറഞ്ഞാൽ ലോകം നിന്നെ മാനസിക രോഗി എന്ന് വിളിക്കും. പക്ഷെ അനുഭവിച്ചവനെ അതിൻ്റെ സന്തോഷം അറിയാം. നമ്മളിതൊക്കെ നടത്തുമ്പോൾ ആൾക്കാരുടെ ചിന്താഗതി നമ്മൾ മാനസിക രോഗികളെന്നാ, ഹിസ്റ്റീരിയ പിടിച്ചവരെന്നാ. ഇന്ന് പറഞ്ഞല്ല, സഭാചരിത്രത്തിന്റെ ആരംഭം മുതൽ അപ്പോസ്തലന്മാരെ പറഞ്ഞ് ഹിസ്റ്റീരിയ പിടിച്ചവരെന്നാ പറഞ്ഞു. അത് ഇന്നും കേൾക്കുന്നെങ്കിൽ നീ യഥാർത്ഥ ട്രാക്കിലാണെന്ന് ഓർത്തോളൂ. ഒരു സ്വത്രം പറഞ്ഞേ. അത് കേൾക്കുന്നില്ല, നീ നല്ല സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓർത്തോളണം, എവിടെയോ ട്രാക്ക് തെറ്റി. നീ ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഓർത്തോളണം, നീ ആ യഥാർത്ഥ ട്രാക്കിനകത്ത് ഓടിക്കൊണ്ടിരിക്കുക. സ്വത്രം. എൻ്റെ ജ്യേഷ്ഠൻ ഓടി വന്നു. എൻ്റെ അമ്മ വിളിച്ചു, ശ്രീജു ഓടിവാ. എൻ്റെ ജ്യേഷ്ഠൻ ഓടി വന്നു. ഹല്ലേലൂയ. എൻ്റെ ജ്യേഷ്ഠൻ ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്? രണ്ടാമത് ഞാൻ സുവിശേഷം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ ആളാ നാളെ മറ്റന്നാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. രണ്ടാമത് ഞാൻ എന്നോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റി? ഞാൻ പറഞ്ഞു, നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ശാപത്തെ മാറ്റാൻ ഒരുവനുണ്ട്, അവൻ്റെ പേരാണ് യേശു. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, അധികം ഒന്നും അറിയാതിരിക്കുന്ന നല്ലത്. ഒന്നറിഞ്ഞാൽ മതി, യേശുവിനെ നേരെ ചൊവ്വ ഒന്ന് അറിഞ്ഞാൽ മതി, ആ പേരൊന്നറിഞ്ഞാൽ മതി. ഒരു സ്വത്രം പറഞ്ഞേ. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അയ്യോ നീ എവിടെയാടാ പോയേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നു, 10-15 പേര് കൂടിയിരിക്കുന്നു. ഈ അനുഭവമൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ, എൻ്റെ അനുജനെ പെന്തക്കോസുകാർ പിടിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ നീ കണ്ണടച്ചായിരുന്നോടാ, അല്ലെങ്കിൽ നിന്നെ പുറകെ നിന്ന് വന്ന് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കാണും. അവരുടെ സ്ഥിരം പരിപാടിയാണ്. തകർന്ന കുടുംബങ്ങൾ, പ്രശ്നക്കാരൊക്കെ കണ്ടാൽ ഇമാർ പിടിച്ചുകൊണ്ട് പോയി മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യും. അതോടുകൂടി പിച്ചുമ്പയും പറയും, ദൈവത്തെ കണ്ടു, അത് കണ്ടു എന്നൊക്കെ പറയും. ഇവൻ്റെ പുറകെ അവർ വരും. അവർ ഇവനെ പിടിച്ചുകൊണ്ടുപോയി കലക്ക വെള്ളത്തിൽ മുക്കും, ഇവന്റെ മീശ മാറ്റും, ഇവന്റെ വസ്ത്രം മാറ്റും, ഇവനെ അല്ലെങ്കിൽ ഭ്രാന്തനാക്കും, ഇവന്റെ പേരെഴുതി അമേരിക്കയിൽ അയക്കും. അവിടെ നിന്ന് ധാരാളം പൈസ വരുത്താൻ ചെയ്ത് നമുക്ക് തരയില്ല. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ എന്ത് ചെയ്യുക ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അല്ല, ഇന്നും നാട്ടുകാർ പറയുന്നത് അങ്ങനെയാ. ഇതൊക്കെയാണ് മതപരിവർത്തനം. പക്ഷെ നമുക്ക് അറിയാവൂ, ഇതൊരു ഇഞ്ചക്ഷനാണ്. പക്ഷേ ഇത് മനുഷ്യൻ കുത്തിവെക്കുന്നതല്ല. ദൈവം ഒരു ഒറ്റ ഡോസ്, ഈ ഒരു ഡോസാ പൗലോസിന്റെ അകത്തോട്ട് കയറിയേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല, അതെനിക്ക് ദൈവശക്തി. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ ഇത് ഈ ഡോസ് അകത്ത് കയറിയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലെന്ന് ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇതിനകത്ത് കയറിയാൽ പിന്നെ നീ ഒന്നേ പറയൂ. ഹല്ലേലൂയ. ഇതിലെ ഇന്നൊന്നും പറയില്ല, ഒറ്റ വഴിയേ പറയൂ. എൻ്റെ സഹോദരൻ പറഞ്ഞു, എടാ നമുക്ക് നാണക്കേടാ, ലജ്ജയാ, ഇതിൻ്റെ പുറകെ ഒന്നും പോകണ്ട, നീ വീട്ടിനകത്ത് കയറ്, അല്ലെങ്കിൽ ഇനി പുറത്തിറങ്ങണ്ട. ഞാൻ നാളെ വിഷം അന്വേഷിച്ചു കൊണ്ടുവരാൻ. എന്നെ റൂമിനകത്ത് അടച്ചിട്ടു. അകത്ത് ഞാൻ ഹല്ലേലൂയ, എനിക്കറിയില്ല എന്ത് പറയണത്. അതിനപ്പുറം പറയാൻ അറിയില്ല. പക്ഷെ ഒറ്റ പ്രാർത്ഥന എൻ്റെ അകത്തുനിന്ന് വരാൻ തുടങ്ങി. ദൈവമേ, എനിക്കിത് പറയാൻ അറിയില്ല, എൻ്റെ അമ്മയും സഹോദരനും ഇതൊന്ന് അനുഭവിക്കണം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ വാതിൽക്ക മുട്ടുകേട്ടു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ പാവപ്പെട്ട ഉപദേശി ജേക്കബ് സാറ് വീട്ടിൻ്റെ മുമ്പ് നിൽക്കുക. അദ്ദേഹം അന്വേഷിച്ചു. ഇതാ ഒരു വീട്ടിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും പുറകിൽ വന്നു നിന്നു. അവൻ കരയുന്ന കണ്ടു. അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞപ്പോൾ അവനെ കാണാനില്ല. അതാരാന്ന് തിരക്കി. ഹല്ലേലൂയ. നേരെ പിടികിട്ടി, ഇന്ന വീട്ടിലെ പയ്യനാണ്. അദ്ദേഹം പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ വീട്ടിൻ്റെ മുമ്പ് നിൽക്കുക. വാതിൽ തുറന്നത് എൻ്റെ അമ്മയാണ്. അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ ഇന്നലെ അവിടെ വന്നിരുന്നോ?
അമ്മ പറഞ്ഞു, ഓ നിങ്ങളുടെ അടുത്താണ് വന്നതല്ലേ, എൻ്റെ മകനെ ഭ്രാന്തനാക്കി വിട്ടുവല്ലേ എന്ന് പറഞ്ഞത്. ചേട്ടൻ വന്നു. ചേട്ടൻ ഓടി വന്ന് ചോദിച്ചു, നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരൻ ഇതാ പിച്ചുമ്പയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അന്ന് എൻ്റെ സഹോദരൻ അറിയാവുന്നുള്ള കുറേ അന്യഭാഷയുണ്ട്. ആ അന്യഭാഷ മുഴുവൻ ഈ മനുഷ്യനെ നോക്കി പറഞ്ഞപ്പോഴും ഒരക്ഷരം മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നിന്നിട്ട് പറഞ്ഞു, അത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അന്നും ഇന്നും ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്കാ, ദൈവം ഒരു അത്ഭുതം ചെയ്യും. അതിനുശേഷം ആ മനുഷ്യൻ പറഞ്ഞു, മാതാവേ, നിന്നോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്, ആലോചന പറയാനുണ്ട്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടന്നുപോയ വിഷയങ്ങളെ മുറ്റത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ നാട്ടുകാർ കേട്ട നാണക്കേടാ, അകത്തോട്ട് കയറി വാ. അല്ലെങ്കിൽ ഇതാരാ നിങ്ങളോടിത് പറഞ്ഞത്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാരാ പറഞ്ഞു തന്നെ? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായിരിക്കുന്നു. അല്ലെ, ഹൃദയം നുറുക്കങ്ങളെ തിരിച്ചറിയുന്ന ദൈവം. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നു. ദൈവമോ അവന്റെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം. മനുഷ്യൻ ഒറ്റ വാക്കിൽ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, നിങ്ങളുടെ പിതാവ് വരുന്ന ഒരാഴ്ചക്കകത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ദൈവം എന്നോട് അങ്ങനെ പറയുന്നു, നിങ്ങളുടെ പിതാവ് ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾ മാതാവേ മരിക്കരുത്, ഈ കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അന്ന് അഭിഷിക്തൻ പ്രസംഗിച്ചതും പറഞ്ഞതും പ്രവചിച്ചതുമായ ദൂതുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മരിക്കരുത്, ഒരാഴ്ച പ്രാർത്ഥിക്ക്. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് തന്ന ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്ക്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അകത്തും എന്തോ സംഭവിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ, എൻ്റെ അകത്തും എന്തോ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകും. ഒരു സ്വത്രം പറഞ്ഞേ. ഒരഭിഷിക്തൻ നിന്റെ ഭവനത്തിൽ കാല് ചവിട്ടിയാൽ ഹല്ലേലൂയ, ഇറങ്ങേണ്ടത് ഇറങ്ങിപ്പോയിരിക്കും. നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ട മരണശക്തികൾ, ആത്മഹത്യാ ശക്തികൾ, ദുഷ്ടശക്തികൾ, ദുരാത്മശക്തികൾ നിന്റെ കുടുംബം വിട്ട് മാറിയിരിക്കും. ദൈവം ചുമ്മാ നിന്നെ വിടുന്നതല്ല. നിന്റെ ഭവനത്തിൽ ഒരു അഭിഷിക്തനെ അയക്കുന്നത്, ഒരു ശുശ്രൂഷകനെ അയക്കുന്നത്, ഒരു പാസ്റ്ററെ അയക്കുന്നത് ദൈവമാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ആ അഭിഷിക്തൻ കാല് ചവിട്ടുമ്പോൾ മരണശക്തികൾ, ശാപത്തിന്റെ ശക്തികൾ, പാപത്തിന്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ശക്തികൾ വിട്ടുപോയിരിക്കും. ഓ സ്തോത്രം. അപ്പൊ അമ്മയോട് ഓടിച്ചെന്ന് അമ്മയുടെ കൈക്ക് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് തന്നെയാ ഞാനും അനുഭവിച്ചേ. ഒരു വീട്ടിൽ രണ്ടുപേരായി. ഒരു സ്തോത്രം പറഞ്ഞേ. പക്ഷെ ഒരാൾ മാറിയപ്പോണ്ട് ചേട്ടൻ പറഞ്ഞു, ഇതെല്ലാം, അദ്ദേഹം പോയ ഉടനെ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇതെല്ലാം ഹിപ്നോട്ടിസമാണ്. സ്തോത്രം. എന്ത് കണ്ടാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം പേരുണ്ട്. അവർക്കിനി യേശു ഇറങ്ങി വന്നാലും അവർക്ക് വിശ്വാസമാകില്ല. അവർ പറയും ഇത് ഏതോ AI ആണെന്ന് പറയും. അതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ നാളെ പറയും പുള്ളിക്കാരൻ. ഒരു സ്വത്രം പറയേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ ചാകാൻ പോവുക, ഇവന്മാർ കള്ളന്മാരാ. നമ്മളെല്ലാം ഹിപ്നോട്ടിസ് ചെയ്ത് നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങളല്ല, ആരാ ഇതിൽ വിശ്വസിക്കുന്നേ? ഇതെല്ലാം കള്ളത്തരമാണ്. അമ്മ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ അകത്തൊരു സമാധാനം. ഒരു സ്തോത്രം പറഞ്ഞേ. എടാ, കർത്താവ് തൊട്ടാ നിന്റെ ജാതിയും പൊട്ടും, മതവും പൊട്ടും, ഹല്ലേലൂയ, സാഹചര്യവും പൊട്ടും, എല്ലാം പൊട്ടും. സ്തോത്രം. എത്ര പാരമ്പര്യവും പൊട്ടും, എത്ര പള്ളിഭക്തിയും പൊട്ടും, എത്ര കുടുംബ മഹിമയും പൊട്ടും, എല്ലാം പൊട്ടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. സകല മുഴങ്കാലും മടങ്ങും. ഹല്ലേലൂയ. അവന്റെ നാമത്തിന്റെ മുമ്പിൽ സകല മുട്ടും മടങ്ങും, സകല നാവും പറയും യേശു മാത്രം രക്ഷകൻ.
ഈ ദേശത്തിൽ ചിലതിൻ്റെ മുട്ടുമടങ്ങാൻ പോവുക സഹോദരി. നീ കയറി ചെന്ന വീടുകൾ പലതും കൊട്ടിയടച്ചുവെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി തുറന്നിട്ട് വിളിച്ച് അതിനകത്ത് കയറ്റി ചില മുട്ടുകൾ നിന്റെ മുമ്പിൽ മടങ്ങും. നീ തലേ കൈവച്ച് പ്രാർത്ഥിക്കും, അവൻ്റെ കെട്ടുകൾ പൊട്ടും, ശാപങ്ങൾ പൊട്ടും, കുടുംബങ്ങൾ വിടുവിക്കപ്പെടും, തലമുറകൾ വിടുവിക്കപ്പെടും. കുഞ്ഞുങ്ങളില്ലാത്ത പല കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അയക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. വലിയൊരു കൃപ പകരാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കര ഒരു ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കാൻ പോകും. പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ആരംഭിച്ചതൊന്നും വലിയ പഠിപ്പും വിവരത്തിലൊന്നും ആരംഭിച്ചതല്ല. യേശുവിനെ കുറിച്ച് ഒരു പാരമ്പര്യവുമില്ല. പ്രാർത്ഥന പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചതല്ല. അമ്മ എന്നോട് ചോദിച്ചു എന്താണ് പ്രാർത്ഥിക്കേണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കും അറിയില്ല. നീ അവിടെ ചെന്ന് എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ പറഞ്ഞു യേശുവേ എന്ന് വിളിച്ചു, അത് മാത്രമേ അറിയാവൂ. ഞാനും എൻ്റെ അമ്മയും കൂടെ ഇരുന്ന് സന്ധ്യാനാമം ജപിക്കുന്ന ഇടത്തിരുന്ന് രാമനാരായണ പാടിക്കൊണ്ടിരുന്ന ഇടത്ത് നിന്ന് ആ പുതിയ നിയമം എടുത്ത് വായിച്ചൊന്നും മനസ്സിലായില്ല, മടക്കി വെച്ചു. യേശുവേ എന്ന് വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം ആ ഹൃദയത്തിൻ്റെ ഭാരം അങ്ങോട്ട് പൊട്ടി ഒഴുകുക. പറയാൻ ആരോ ഉള്ളതുപോലെ, മുമ്പിൽ ആരോ നിൽക്കുന്നത് പോലെ, ഞങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരുവൻ ഞങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങി വന്നതുപോലെ, ഞങ്ങളുടെ നാവിൽ നിന്നുള്ള ശബ്ദത്തെക്കാൾ ഉപരി ഹൃദയത്തിൻ്റെ നുറുക്കങ്ങളെ പ്രാർത്ഥനയായി സ്വീകരിക്കുന്ന എത്ര പേർ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഹല്ലേലൂയ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നിന്റെ പ്രാർത്ഥനയുടെ വാക്ചാതുര്യമല്ല സ്വർഗം കേൾക്കുന്നത്, ഹൃദയ നുറുക്കങ്ങളെ തിരിച്ചറിഞ്ഞ് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവം. നിന്റെ നെടുവീർപ്പുകളെ പ്രാർത്ഥനയായി സ്വീകരിക്കുന്ന ദൈവം. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം ഒന്നും സംഭവിച്ചില്ല. എൻ്റെ സഹോദരൻ പറഞ്ഞ് കണ്ടില്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇയാൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ തിരിച്ചു വരുമോ? 4 വർഷമായി ഒരു അറിവുമില്ല. ഇയാൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ജപ്തി നീങ്ങിപ്പോകുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ 4ാമത്തെ ദിവസം അടുത്ത വീട്ടിൽ ഫോൺ വന്നു. അവിടുത്തെ ഹല്ലേലൂയ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, ആൻറ്റിക്കൊരു ഫോണുണ്ട്. അമ്മ ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ 4 വർഷമായി മരിച്ചു മണ്ണടിഞ്ഞെന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ്റെ ശബ്ദം തീർന്നു എന്ന് ജാതകം വിധി എഴുതിയ, ലോകം വിധി എഴുതിയ, ഹസ്തരേഖ വിധി എഴുതിയ, ഹല്ലേലൂയ പ്രശ്നക്കാർ വിധി എഴുതിയ, ഹല്ലേലൂയ കുടുംബക്കാർ വിധി എഴുതിയ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ജീവനോടെ ഉണ്ട് എന്ന ശബ്ദം. ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയാം, തീരുന്നു എന്ന് ലോകം വിധി എഴുതുന്ന ഇടത്ത് നിന്ന്, ലാസറേ നീ ചത്ത് നാറ്റം വെച്ചു എന്ന് വിധി എഴുതിയ ഇടത്ത് നിന്ന് പുറത്തു വാ എന്ന് വിളിച്ച് ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്നോട് ദൂത് പറയുന്നു, തീർന്നിട്ടില്ല, ആരംഭിക്കുവാൻ പോവുകയാണ്. അത്ഭുതം തുടങ്ങാൻ പോകുകയാ, വിടുതൽ തുടങ്ങാൻ പോകുകയാ, നന്മ തുടങ്ങാൻ പോകുകയാ. നിന്നിൽ പുതിയത് നല്ല പ്രവൃത്തിയെ ആരംഭിക്കുന്നവൻ അത് അന്ത്യത്തോളം നടത്തുവാൻ അവൻ ശക്തൻ. അവൻ ചിലത് ചെയ്യാൻ പോകുകയാ. കരമടിച്ച് നല്ല കർത്താവിനെ ഓ യെസ് ഉഡബറബ ശേഖരിയാന്തേ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചിലത് തുടങ്ങാൻ പോവാ. എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയെ ഇതാ. അതുകൊണ്ടാ അല്ലൊരു മാർച്ചയുടെ അടുക്കൽ വരുമ്പോൾ മാർച്ച പറഞ്ഞത്, അല്ലൊരു ഞങ്ങൾക്കറിയാം, ഒന്നറിയാം, ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ വീണ്ടും ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. വാർത്ത കുറച്ചുകൂടെ കയറി പറയാം, ഒടുക്കത്തെ നാളിൽ ജീവിക്കുമെന്ന് അറിയാം. കാരണം നീയാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് ഞങ്ങൾക്കറിയാം.
നിന്റെ അകത്ത് ഈ യേശു ആരെന്നുള്ള വെളിപ്പാട് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, തീർന്നു എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് ഈ ലോകത്തിലും ചിലതാരംഭിച്ച് നിന്നെ ഹല്ലേലൂയ മാറ്റിമറിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ മാത്രം. സ്തോത്രം. അവിടെ നിന്ന് അമ്മ തുള്ളി ചാടുക. ഞങ്ങൾ ഓടിച്ചെന്നു. അപ്പൻ്റെ ശബ്ദം 4 വർഷത്തിന് കേൾക്കുന്നതിനേക്കാൾ ഉപരി ജീവനോടെ ഇവിടെ ഉണ്ട് എന്നുള്ള അറിവ്. സ്തോത്രം. അമ്മ പറഞ്ഞു, വിളിക്ക്, ഉപദേശിയെ വിളിക്ക്. ഞാൻ ഓടിച്ചെന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, അത്ഭുതം സംഭവിച്ചു. എന്തുവാ? അപ്പൻ ജീവനോടെ ഉണ്ടെന്ന്. അദ്ദേഹവും ഞാനോട് തുള്ളിച്ചാടി വീട്ടിലേക്ക് വരിക. അന്ന് അമ്മ ചോദിച്ചു, വന്ന ഉടനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. അമ്മ ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ കർമ്മമാർഗങ്ങളിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ചോദിച്ചത്, അന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ചില പള്ളികളാണ് പാളയം പള്ളി, പിന്നെ വെട്ടുകാട് പള്ളി. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മ ചോദിച്ചു, പാളയം പള്ളിയിൽ പോയി ഉരുണ്ടാ മതിയോ? 2-3 ലിറ്റർ എണ്ണ മേടിച്ച് തന്നാ മതിയോ വിളക്ക് കത്തിക്കാൻ? അല്ലെങ്കിൽ മെഴുതിരി മേടിച്ച് തന്നാ മതിയോ? കൺവെൻഷൻ നടത്തിയാൽ മതിയോ? കാരണം നേർച്ചയിലും കാഴ്ചകളിലും പ്രസാദിക്കുന്ന ദൈവങ്ങളെ ഞങ്ങൾക്കറിയാം. ഈ ദൈവം ഒരു നല്ല കാര്യം ചെയ്തില്ലേ? ആ അഭിഷിക്തൻ പറഞ്ഞു, സ്തോത്രം, എൻ്റെ പൊന്നാൻറ്റി, ഈ ദൈവം ഇതിലൊന്നും പ്രസാദിക്കുന്നവനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ നൽകുന്ന ഈ നേർച്ചയിലും കാഴ്ചയിലും പ്രസാദിക്കുന്നവനല്ല ഈ ദൈവം. ഈ ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്, നിന്റെ തലമുറയാണ്, നിന്നെയാണ്. അല്ല, നിന്റെ ഹൃദയമാണ് യേശുവിന് വേണ്ടത്. അവന് വസിക്കാൻ നീ നിന്റെ ഹൃദയം തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ, ഈ അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു, ഹല്ലേലൂയ, അവൻ നിന്റെ വീട്ടിൽ വസിക്കും, നിന്റെ ഭവനത്തിൽ വസിക്കും, നിന്റെ ഹൃദയത്തിൽ വസിക്കും. അവൻ നിനക്കായി എന്നും എന്നും അത്ഭുതങ്ങൾ ചെയ്യും. ഇതാ സുവിശേഷം. യേശുവിനെ നീ പള്ളിയായി കയറി ഇറങ്ങി നടക്കണ്ട. ഇന്ന് രാത്രി കേൾക്കുന്ന ഈ യേശുവിനെ നീ സ്വീകരിച്ചാൽ അവൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്നോടുകൂടെ അത്താഴമുണ്ണും. ഇന്ന് രാത്രി, നാളെയല്ല. നിന്റെ നേർച്ചയും കാഴ്ചയും കണ്ടു പ്രസാദിക്കുന്നവനല്ല. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ, എൻ്റെ വീട്ടിൽ വരണമേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർത്തോളണം, വചനം പറയുന്ന അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ വന്ന് നിന്റെ ഭവനത്തിൽ വന്ന്, എൻ്റെ വീട്ടിൽ വന്ന യേശു നിന്റെ വീട്ടിൽ വന്ന് നിന്റെ സ്ഥിതിയെ മാറ്റി, സാഹചര്യം മാറ്റി, ശാപം മാറ്റി, നിന്നെ അനുഗ്രഹമാക്കി. അദ്ദേഹം പറഞ്ഞു, യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, ഇനി നീ ഒരിടത്തും അന്വേഷിച്ചു പോകണ്ട. ഇന്നു മുതൽ അവൻ നിന്റെ വീട്ടിൽ വസിക്കും. ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ പറയുക, കാരണം എൻ്റെ തമ്പുരാൻ ഇന്നും ജീവിക്കുന്നവനാ. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന നീ ഏത് ജാതീയനുമാകട്ടെ, ഏത് മതസ്ഥനുമാകട്ടെ, ഇന്ന് തകർന്ന് താളടിയായി ആർക്കും വേണ്ടാത്തതുപോലെ തള്ളപ്പെട്ട് കിടക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. നിന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, അല്ലെങ്കിൽ യേശുവേ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും. നിന്റെ 1 രൂപ അവന് വേണ്ട, നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, ഒന്നും അവന് വേണ്ട. അവന് നിന്നെ വേണം. അന്ന് മുട്ടുമടക്കി ഞങ്ങൾ 3 പേരും
എൻ്റെ സഹോദരനും ഞാനും എൻ്റെ അമ്മയുമായി മുട്ടുമടക്കി ഞങ്ങൾ യേശുവിനെ ഞങ്ങളുടെ നാഥനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ചു. അന്നു മുതൽ കർത്താവ് ഞങ്ങളുടെ ജീവിതം ഏറ്റെടുത്തു. അന്ന് മുതൽ ഞങ്ങളുടെ ഭവനം അവൻ ഏറ്റെടുത്തു, ഞങ്ങളുടെ കടഭാരം അവൻ ഏറ്റെടുത്തു, ഞങ്ങളുടെ വിഷയം അവൻ ഏറ്റെടുത്തു. ആ വിഷയങ്ങളൊന്നും ഇന്ന് ഞങ്ങളുടെ വിഷയമല്ല, അവൻ്റെ വിഷയമായി മാറി. കാരണം എൻ്റെ യേശു എൻ്റെ വീട്ടിൻ്റെ നാഥനായി മാറി. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നിങ്ങളുടെ നാട്ടിൽ തിരക്കാം, ഞങ്ങൾ എങ്ങനെ ആയിരുന്നവരെന്ന് നിങ്ങൾക്ക് തിരക്കാം, ഞങ്ങളുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് തിരക്കാം, ഇന്ന് ഞങ്ങൾ എങ്ങനെ ആയെന്ന് തിരക്കാം. ഞങ്ങളുടെ കൂടെ പ്രസ്ഥാനങ്ങളിലായിരുന്നവർ പോലും പറയും, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാണ്, നിങ്ങൾ ചുമ്മാ ഇറങ്ങിയതല്ലെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ചുമ്മാ ഇതിൻ്റെ പുറകെ പോകുന്നവരല്ലെന്ന് ഞങ്ങൾക്കറിയാം, ആരെങ്കിലും പൈസ വെച്ച് നീട്ടിയാ പോകുന്നവരല്ല നിങ്ങളെന്നറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഞങ്ങൾക്കറിയാം. കാരണം ഇത് ഖണ്ഡിക്കാൻ കഴിയാത്തതാ, ഞങ്ങളുടെ അനുഭവം ഖണ്ഡിക്കാൻ കഴിയില്ല. ഇവിടെ നിൽക്കുന്ന സഹോദരന്മാരുടെ അനുഭവങ്ങളെ ഖണ്ഡിക്കാൻ കഴിയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് വൃഥാ വാക്കുകളല്ല, കെട്ടുകഥകളല്ല, നിർമ്മിത കഥകളല്ല. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇന്നും അവന്റെ കല്ലറ തുറന്നു കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു. ഇന്നും ഈ യേശു 2026 ആകുമ്പോഴും എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ യേശു ശക്തനാണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ കേട്ടോളണം. ഹല്ലേലൂയ, യേശുവിനെ നിന്നെ വിടുവിക്കാൻ കഴിയും. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഒറ്റ വാക്ക് മതി. ഹല്ലേലൂയ, അതിർവരമ്പുകളെ പൊട്ടിച്ചുകൊണ്ട് യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ താഴ്ചയിൽ നിന്ന് അവൻ നിന്നെ ഉയർത്തി 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 മാനിക്കും. ഓ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ തിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ തിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാനൊന്നുകൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു ശാപത്തിന് കീഴിലാണ്, നിങ്ങളുടെ അല്ലെങ്കിൽ ചില വിധികൾ നിങ്ങളെ പിടിച്ചിരുത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ?
ഹൃദയത്തിനകത്തൊരു സ്വസ്ഥത നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ദൈവം നൽകിയിരിക്കുന്ന കൃപയിൽ ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മനെ പ്രേരിപ്പിക്കുന്നു. ചിലരുടെ ഹൃദയത്തിനകത്ത് തോന്നുന്നുണ്ട്, അകത്ത് ചില അസ്വസ്ഥതകൾ, സമാധാനം കെടുത്തുന്ന അവസ്ഥകൾ, മനസ്സ് പിടിവിട്ട് പോകുന്നത് പോലെ തോന്നുന്നു. എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ഉറക്കം നഷ്ടപ്പെടുന്ന അനുഭവമാണ്. പ്ലീസ്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മടി കൂടാതെ മുമ്പോട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതുപോലെ ശാപത്തിനകത്ത് ഉറക്കമില്ലാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് വീട്ടിനകത്തുണ്ടല്ലോ, കയറുമ്പോൾ ഭ്രാന്തമായ അനുഭവമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിനകത്ത് കയറുമ്പോൾ ഇതൊരു ശാപം നിറഞ്ഞ അനുഭവത്തിലാണ്, എനിക്കൊരു വിടുതൽ വേണം, ലജ്ജ കൂടാതെ മുമ്പോട്ട് വന്നാട്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, പാരമ്പര്യ ക്രിസ്ത്യാനി എന്തോ ആകട്ടെ, അല്ലെങ്കിൽ മുമ്പോട്ട് വന്നേ. കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കും. ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം, അല്ലെങ്കിൽ മുമ്പോട്ട് യാതൊരു നിവൃത്തിയുമില്ല, അവസ്ഥകൾ വലിയ പരിതാപകരമായ രോഗമാകാം, ശാപമാകാം, പ്രതികൂലമാകാം. ഓടി മുമ്പോട്ട് പോട്ടെ സഹോദരന്മാരാകട്ടെ, നിന്റെ അതിൻ്റെ ഒരു വഴി അടഞ്ഞു നിൽക്കുന്ന അനുഭവമാകും. അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ചില അല്ലെങ്കിൽ ശാപത്തിന് പ്രത്യേകമായി ദൈവം ഞങ്ങളെ വിടുവിച്ച അതേ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് മരണചിന്തകൾ, ആത്മഹത്യാ സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ മുമ്പോട്ട് ഇന്നൊരു ഡെലിവറൻസ് സംഭവിക്കാൻ പോകും. പ്രാർത്ഥിച്ചേ, യേശുവേ വന്ന് വാഴണമേ. കരമടിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുവാനുള്ളവർ മുമ്പോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആശീർവാദം പറയാം. ഹല്ലേലൂയ. യെസ്, കരങ്ങളടിച്ചു. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ യേശുവേ
പറഞ്ഞാട്ടെ, ഇനി ഞാനല്ല. രാജാവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ എഴുന്നള്ളുന്നേശു, എഴുന്നള്ളുന്നേശു. രാജാവായ കർത്താവൻ ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാധാരണ ശക്തിയെ അകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു. രാജാവായ കർത്താവൻ ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാധാരണ ശക്തിയെ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും വശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും വശിഹാരാജൻ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. രാജാവേ വന്നു വാഴണമേ, ചേർന്ന് പറഞ്ഞാട്ടെ, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. ചേർന്ന് പറയാമോ? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. എല്ലാ കണ്ണുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവവചനം, മാറ്റമില്ലാത്ത ദൈവവചന ശബ്ദങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ പട്ടണത്തിൽ പാർക്കുന്ന ഓരോരുത്തരുടെ മേലും ആ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ ആരുടെയൊക്കെയോ മരണത്തിൻ്റെ കെട്ടിനെ അഴിക്കാൻ, ആരുടെയൊക്കെ ശാപത്തിൻ്റെ കെട്ടിനെ അഴിക്കാൻ, ഇന്നും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി മരണം മാത്രം മുൻപിലെന്ന് കണ്ട് ഇന്നും ആദിയോടെ ആശങ്കയോടെ ജീവിതത്തിൽ എവിടേക്ക് പോകണം, എന്തു ചെയ്യണമെന്നറിയാതെ വഴിയറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് പ്രകാശമേകുവാൻ ഇന്ന് രാത്രിയിൽ ദൈവദാസന് ശക്തമായി നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. എല്ലാ കണ്ണുകളും അടച്ച് ആത്മാർത്ഥമായി 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ രാത്രിയിൽ വെറുതെ ഞാൻ കേട്ടുപോകുകയല്ല. നിങ്ങൾ ഒത്തിരി കൺവെൻഷൻ യോഗങ്ങൾക്ക് പോയായിരിക്കും, നിങ്ങൾ ഒത്തിരി ഫാസ്റ്റിംഗ് പ്രയറുകൾക്ക് പോയായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഒരു നിയോഗത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി കേട്ട വചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണത്തക്ക അളവിൽ, അതൊരത്ഭുതമായി നിങ്ങൾ തൊടത്തക്ക അളവിൽ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണാത്തതുപോലെ ദൈവത്തിന്റെ ശക്തിയും അത്ഭുതവും ഭയങ്കരമായി ഈ പട്ടണത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. താങ്ക് യു ഫാദർ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു.
ചെയ്യുന്നു. ഇവരിൽ ചില കുടുംബങ്ങളെ ദൈവം തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഏതോ മാതാവിൻ്റെ കണ്ണുനീരുകൾ, ഏതോ പിതാവിൻ്റെ കണ്ണുനീരുകൾ, ഏതോ ശാപത്തിൻ്റെ അടിത്തറയിൽ നിന്ന് കരഞ്ഞ് കലങ്ങി കരയുന്ന ഏതോ കണ്ണുനീരുകൾക്ക് മറുപടിയായി ഇന്ന് രാത്രിയിൽ തൻ്റെ ദാസനിൽ കൂടെ പുറത്തു വന്ന ദൈവ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തെ, ഈ അന്തരീക്ഷത്തെ മണ്ഡലത്തിൽ ആ വചനം വിതയ്ക്കപ്പെടുമ്പോൾ അതൊരു ഭയങ്കര ശക്തിയോടുകൂടി 100 മേനി കൊയ്യുന്ന അളവിൽ ഈ മണലിയുടെ മണ്ണിൽ സകല ശാപവും പൊട്ടിയ ഒരു തലമുറ ക്രിസ്തുവിന് സാക്ഷ്യമാകുന്ന അളവിൽ അതേ കർത്താവ് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനം കാരണമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ മഹത്വം, തേജസ് ഞങ്ങളുടെ നടുവിൽ അളവ് കൂടാതെ പരിധിയില്ലാതെ വെളിപ്പെട്ട മഹൽ സ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ പിരിയുന്നു, എന്നാൽ പിരിയാത്ത വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടത്തിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം ത്രിയേക ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും കാവലും നാം ഏവരോടും അത് ലോകാവസാനത്തുള്ള എല്ലാ നാളും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്ത കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.